ഹലോ. 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 ലിയാഖത്ത് സാറല്ലേ? ലിയാഖത്താണ്. ഓക്കെ ഓക്കെ ഓക്കെ. സാറേ, ഞാൻ നിങ്ങളുടെ ഒരു പ്രോഗ്രാം കണ്ടിട്ടാണ് വിളിക്കുന്നത്. എന്റെ സ്ഥലം വന്നിട്ട് ട്രിവാൻഡ്രം ആണ്. ഞാൻ ഇടയ്ക്ക് വെച്ചൊരു പ്രോഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് സ്വാമിയാരൊക്കെ വന്നിരുന്നിട്ടുള്ള പ്രോഗ്രാം ഇല്ലേ? തീർച്ചയായും സംസാരിക്കാൻ ടൈം ഉണ്ടോ സാറിന്? അത് പറഞ്ഞോളൂ. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഞാൻ കണ്ടിട്ടാണ് വിളിക്കുന്നത്. ഞാനൊരു മതവിശ്വാസി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈശ്വര വിശ്വാസി തന്നെയാണ്. മതത്തോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ സാർ, ഇത് ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോ അതിൽ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വളരെ ഒരു തിരുത്ത് വരുത്തേണ്ടതുണ്ട് സാറേ. കാര്യം അത് വേറൊന്നുമല്ല. പിന്നെ പണ്ട് ഈ ആത്മീയ ശാസ്ത്രം, അതുപോലെ തന്നെ ഈ മോഡേൺ സയൻസ്, അല്ല ആത്മീയത ശാസ്ത്രമായിട്ട് കണക്കാക്കണ്ട, ആത്മീയമായിട്ടുള്ള ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഈ മോഡേൺ സയൻസ് എന്ന് പറയുന്ന ഈ പറയുന്ന സയൻസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഇത് സാർ ഇത് എങ്ങനെയാണ് സാർ ഈ കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിക്കുന്നത്? എനിക്ക് മനസ്സിലാവും. പണ്ട് തൊട്ടേ അല്ലല്ല, ഇതിൽ ഞാൻ പറയട്ടെ, എല്ലാരും ചോദിക്കുന്നത് ഇതിന്റെ ശാസ്ത്രീയമായ വശങ്ങളെയാണ്. അത് സയൻസ് കൂട്ടിയോജിപ്പിക്കുന്നത് ഇതിലുള്ള മണ്ടാന്മാരി തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഈ ആത്മീയവാദികളാണ്. ഒരിക്കലും അത് ശരിയല്ല. കാര്യം ഒന്നും അറിയില്ല. പണ്ട് തൊട്ട് ഋഷിവര്യന്മാരുടെ ഒരു കാലഘട്ടത്തിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആത്മീയത, രണ്ട് ഭൗതിക ശാസ്ത്രം. രണ്ടും രണ്ട് തലങ്ങളാണെന്ന് അവർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രണ്ടും രണ്ട് അവസ്ഥകളാണ്. ഇപ്പൊ നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് വ്യക്തിനിഷ്ഠമായിട്ടുള്ള സംഭവങ്ങളാണ്. ഓരോ ആളുകളുടെ തോന്നലാണ്. ഒരാളുകൾക്ക് അത് പ്രത്യേകിച്ച് നിർണയിക്കപ്പെട്ടതോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നിർവചിക്കാൻ പറ്റുന്നതോ ഒന്നുമല്ല. അതുകൊണ്ടാണ് എന്താണ് ആത്മീയത എന്ന് ചോദിക്കുമ്പോൾ പലരും പലതും പറയുന്നത്. അല്ല സാറേ, ഇതിലൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇതിൽ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഈ വർഷങ്ങൾക്ക് മുന്നേ ആചാര്യന്മാരുണ്ടായിരുന്നു സാർ. നമ്മൾ ആയുർവേദത്തെ എന്തായാലും അംഗീകരിച്ചു കൊടുക്കണ്ടേ സാർ? പലതരം വേദങ്ങളുണ്ട്. ഇതിനിപ്പോ ആയുർവേദം മാത്രമാക്കുന്നത് അല്ല, ഒരുപാട് വേദങ്ങളുണ്ട്. ഏത് വേദമായാലും ഒരു മിനിറ്റ്, ഈ പൗരാണിക കാലത്ത് മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്തേതുപോലെയുള്ള സങ്കേതങ്ങളില്ലാത്ത കാലത്ത് മനുഷ്യരുടെ അറിവായിട്ട് നിലനിന്നിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിനെന്തെങ്കിലും ദിവ്യത്വം ഉണ്ടെന്ന് വിചാരിക്കുന്ന ആളല്ല ഞാൻ. അത് മനുഷ്യരുടെ ഒരു സാമൂഹ്യ പുരോഗതി, ഒരു എവല്യൂഷന്റെ ഭാഗമായിട്ട് മനുഷ്യർ ആർജിച്ച കുറെ അറിവുകളുണ്ട്. അതിൽ കുറെ തെറ്റും കുറെ ശരിയുണ്ടാവും. അല്ലാതെ ആത്മീയത എന്ന് പറയുന്നത് എന്തോ ദിവ്യമായ എന്തോ ഒരു സംഭവമായിട്ട് ഞാൻ കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ പോയിന്റ്. സാർ, ഞാൻ അങ്ങനെ പറയുന്നില്ല. ഇതിപ്പോ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഈ രോഗശാന്തി ശുശ്രൂഷ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പണ്ട് അതിനും ഒരു വ്യക്തമായ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മരുന്നും മന്ത്രവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരിക്കലും മന്ത്രം എന്ന് മാത്രം പറഞ്ഞിട്ടില്ലായിരുന്നു. അതായത് നിങ്ങൾ ഈശ്വരാരാധന കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഒരു പൂർണ്ണ രോഗശാന്തി ഉണ്ടാക്കുമെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. അന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? മന്ത്രം കൊണ്ട് ഒന്നും സാധിക്കില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അല്ല, തീർച്ചയായിട്ടും സാർ. അതല്ല, അന്നത്തെ കാലത്ത് മരുന്നുകൊണ്ട് മാത്രം, അതായത് മരുന്നിന്റെ കാര്യത്തിൽ ഉറപ്പില്ലാത്തവർ കണ്ടുപിടിച്ചൊരു സൂത്രമാണ് മന്ത്രം. അയ്യോ സാർ, ഞാൻ പറഞ്ഞിട്ട് ഒന്ന് പറഞ്ഞോട്ടെ. ഇതില് ഈ മരുന്നും മന്ത്രവും, അതായത് ഒന്ന് ഈശ്വര പ്രാർത്ഥനയും മറ്റത് പ്രകൃതിദത്തമായ നമ്മുടെ മൂലികകളെല്ലാം കൂടെ ചേർന്ന് അവരുടെ ഉള്ളിലേക്ക് കൊടുക്കുന്ന സമയത്താണ് ഇത് പൂർണ്ണത. അതായത് മരുന്നും മന്ത്രവും. ഇപ്പൊ നമ്മള് ആധുനിക കാലത്ത് ആധുനികമായിട്ടുള്ള സയൻസിന്റെ ഇതില് മരുന്ന് മാത്രമേ ഉള്ളൂ, മന്ത്രം ഇല്ലാന്ന്. അതുകൊണ്ട് ആളുകൾക്ക് സുഖം പ്രാപിക്കുന്നുണ്ട് എന്ന് പറയാം. ശരി, ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത്. ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു, നിങ്ങളുടെ പോയിന്റ് എന്താന്ന് പറയോ? ഒന്ന് ചുരുക്കി നിങ്ങളുടെ ഒരു പോയിന്റ്, നിങ്ങളുടെ വിയോജിപ്പ് എന്തായിരുന്നു എന്ന് പറയോ? തീർച്ചയായിട്ടും ഞാൻ പറയുന്ന ഒരു പോയിന്റ് ഇത്ര മാത്രമേ ഉള്ളൂ. ഈ മോഡേൺ സയൻസ്, അതായത് ശാസ്ത്രം, എല്ലാ കാലങ്ങളും ശാസ്ത്രം ഉണ്ടായിരുന്നു. ശാസ്ത്രം രണ്ടാണ്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാ കാലങ്ങളും അതിന്റേതായ ശാസ്ത്രങ്ങൾ ഉണ്ടായിരുന്നു, ഇല്ലേ? അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഓരോ കാലത്തും മനുഷ്യന്റെ പരിമിതിക്കകത്തു നിന്നുള്ള അറിവുകൾ ഉണ്ടാവും. ആ അറിവുകളിൽ തെറ്റും ശരിയും ഉണ്ടാവും. അതിന് ദിവ്യത്വം കൽപ്പിക്കുന്നതാണ് ഈ ആത്മീയത എന്നും അതേമാതിരി വേദങ്ങൾ എന്നൊക്കെ പറഞ്ഞു വരുന്നത്. സാർ, ഇത് ഞാനൊരു കാര്യം, എനിക്ക് മനസ്സിലായിട്ടുള്ള ഒന്നും രണ്ട് കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് പറയാം. ഇത് കാരണം ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, ഞാൻ പറഞ്ഞ പോയിന്റിൽ എന്ത് വിയോജിപ്പായിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. എന്റെ ഏത് വാദത്തിലാണ് നിങ്ങൾ സാറിന്റെ അടുത്ത് വിയോജിപ്പെന്നല്ല ഞാൻ പറഞ്ഞത് സാർ. പൊതുവെ ഇങ്ങനെ ഒഴിവാക്കിയ പേര് തന്നെ പറഞ്ഞോളൂ, ലിയാഖത്ത്. അതാകുമ്പോൾ ചർച്ച കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവും. മറ്റതൊരു ഓക്കെ. അപ്പോഴേ ഞാനിപ്പോ താങ്കൾ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാര്യം, അല്ലെങ്കിൽ താങ്കൾ പറഞ്ഞത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ ഈ ഈ പറയുന്ന മോഡേൺ സയൻസ് വിത്ത് അതിന്റെ കൂടെ ആത്മീയത രണ്ടും കൂടെ കൂട്ടി യോജിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല. ഇതൊരു തത്വ സിദ്ധാന്തമാണ്. ഞാൻ പറഞ്ഞുതരാം. അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇപ്പൊ ഞാനൊരു കാര്യം പറയാം. ഇപ്പൊ സരസ്വതി ലക്ഷ്മി ദേവി എന്ന് പറയുന്നുണ്ടല്ലോ.
ഒന്ന് അറിവിന്റെ ദേവതയും ഒന്ന് ധനത്തിന്റെ ദേവതയാണ്. ഇവർക്കൊരു പേരുണ്ട്, പത്മാസനസ്ഥിത, അതായത് താമരപ്പുറത്തിരിക്കുന്നവള്. നമ്മൾ ലോജിക്ക് പരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇത് സംഭവ്യമായിട്ടുള്ള കാര്യം, ദേവനെ കൊണ്ടോ മനുഷ്യനെ കൊണ്ടോ ഒരിക്കലും താമരപ്പൂവിൽ കയറി ഇരിക്കാൻ സാധിക്കില്ല. സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിനൊരു അർത്ഥമുണ്ട്, ഒരു തത്വമുണ്ട്. ആ തത്വമാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് സരസ്വതി ദേവി അറിവിന്റെതും ഒന്ന് ധനത്തിന്റെയും ദേവതയാണ്. ഈ ഒരു മനുഷ്യന് അഹങ്കാരം ഉണ്ടാക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഈ രണ്ടും. അല്ലെ, അറിവ് കൂടിയാലും ധനം കൂടിയാലും മനുഷ്യൻ അഹങ്കരിക്കുന്നു. അവിടെ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, നിങ്ങളുടെ അറിവിനെയും നിങ്ങളുടെ ധനത്തെയും എത്രത്തോളം ലളിതമായി ഉപയോഗിക്കുന്നുവോ അപ്പോഴും അടിസ്ഥാനം ഉറപ്പില്ലാത്ത ഒരു സ്ഥലത്ത് വരെ നിങ്ങൾക്ക് ഇരിക്കാൻ സാധിക്കും. ആ താമര പോലും നിങ്ങൾ ഒഴിഞ്ഞു പോകത്തില്ല എന്നുള്ളൊരു തത്വമാണ്. അതുപോലെ തന്നെ തൃശൂലം എന്ന് പറയുന്ന കാര്യം ഇത് തത്വമാണെന്ന് എവിടുന്ന് കിട്ടിയത്? സാർ, ഇത് ഞാൻ നിങ്ങളുടെ വ്യാഖ്യാനല്ലേ? തീർച്ചയായിട്ടും ഇത് ഈ താമരപ്പൂവിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ചിത്രം എഴുതിയ ആളുടെ വ്യാഖ്യാനമല്ല. പറയുന്നത് കേൾക്കുക സാർ, ഇതിന് ഒരുപാട് മെസ്സേജസ് എടുക്കാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ മെസ്സേജസ് നിങ്ങൾ ഡെറിവ് ചെയ്ത് എടുക്കുന്നതല്ലേ? ഇനി ഞാനൊരു കാര്യം പറയാം, ഒറ്റ കാര്യം ഞാൻ പറയാം. എന്തായാലും അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം ഞാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം സാറേ. പറഞ്ഞു. ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. നമ്മള് ഇപ്പം ഈ കാര്യങ്ങൾ പറഞ്ഞത്, ഇപ്പൊ മനുഷ്യന് ഉപകാരപ്രദമാവുന്ന കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതാണ് ഇത് മെയിൻ ആയിട്ട് നമുക്ക് വരുന്നത്. ഞാൻ ഒരു ഒറ്റ കാര്യം ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ്. അതെനിക്ക് സത്യം പറഞ്ഞാൽ ഓർത്ത് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ അത് എഴുതിയിട്ടേക്കുന്നത്. ഒറ്റ മിനിറ്റ്. നമ്മൾ ദീപാരാധന എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, ദീപാരാധന എന്നുള്ള സംഭവം. ഈ ദീപാരാധനയ്ക്ക് ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. തീർച്ചയായിട്ടും അതില് ഫസ്റ്റ് മന്ത്രം എന്ന് പറയാം, ദ്രവ്യാദി ഔഹു ധ്രുവാ പൃഥ്വി ധ്രുവാസ പർവ്വത ഇമേ ധ്രുവം വിശ്വമിതം ജഗത് ധ്രുവോ രാജ വിശാമയം ധ്രുവതേ രാജോ വരണോ ധ്രുവം ദേവോ ബൃഹസ്പതി ധ്രുവത ഇന്ദ്രാഗ്നിച്ച രാഷ്ട്രം ധാരയ ധ്രുവം. സാറേ, ഇതിന്റെ ഒരു അർത്ഥം മനസ്സിലാക്കണേ. നമ്മൾ എത്രത്തോളം പറഞ്ഞോളൂ, എനിക്കറിയില്ല. അതെ, ധ്രുവാദി ഔഹോ ഈ പ്രപഞ്ച ഗോളം മംഗളമായിരിക്കട്ടെ. ധ്രുവ പൃഥ്വി ഈ ഭൂമി മംഗളമായിരിക്കട്ടെ. അതുപോലെ ധ്രുവാസ പർവ്വത ഇമേ ഭൂമിയിലെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന പർവ്വതങ്ങൾ മംഗളമായിരിക്കട്ടെ. ധ്രുവം വിശ്വമിതം ജഗത് ലോകത്തിൽ വസിക്കുന്ന സർവ്വ ജീവജാലങ്ങളും മംഗളമായിരിക്കട്ടെ. ഓക്കെ. ധ്രുവോ രാജോ വിശാമയം ധ്രുവോ രാജ വിശാമയം നമ്മുടെ ഭരണകർത്താക്കൾ മംഗളമായിരിക്കട്ടെ. ധ്രുവതേ രാജോ വരണോ മഴ പെയ്യിക്കുന്ന വരണദേവൻ മംഗളമായിരിക്കട്ടെ. ധ്രുവദേവോ ബൃഹസ്പതി ദേവഗുരുവായ ബൃഹസ്പതി മംഗളമായിരിക്കട്ടെ. ധ്രുവത ഇന്ദ്രാഗ്നീച്ച ഇന്ദ്രനും അഗ്നി മംഗളമായിരിക്കട്ടെ. അവസാനം രാഷ്ട്രം ധാരക ധ്രുവം എന്റെ പരമപവിത്രമായ രാഷ്ട്രം മംഗളമായിരിക്കട്ടെ. സാർ, എന്ത് വിശാലമായ കാഴ്ചപ്പാടാണ് അത് പറയുന്നത്. എന്താണ്? തീർച്ചയായും അല്ലെ, സർവ്വലോകങ്ങളും മംഗളമായി ആയിക്കോട്ടെ. അത് നല്ലൊരു മെസ്സേജ് അല്ലേ നമ്മളെയൊക്കെ സംബന്ധിച്ച്, ഇങ്ങനെ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് നല്ലൊരു മെസ്സേജ്. ഇനി അത് ഈ പറയുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അല്ല, അങ്ങനെ പലതരം പ്രാർത്ഥനകൾ പലതരം ആളുകളുണ്ടല്ലോ ഇതിനകത്ത്. പ്രാർത്ഥനകളിലൂടെ പറയുന്ന ഈ സങ്കല്പങ്ങൾ എല്ലാ ക്ഷേത്രങ്ങളും ദീപാരാധന സമയത്താണ്. അവിടെ ഹിന്ദുക്കൾ മംഗളമായിരിക്കട്ടെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യർ ആ ഏരിയയിൽ വസിക്കുന്നവർ അല്ലെങ്കിൽ ക്ഷേത്ര വിശ്വാസികൾ മാത്രം മംഗളമായിരിക്കട്ടെന്നോ എന്നല്ല. അത് നല്ലൊരു മെസ്സേജസ് അല്ലേ അത് കൊടുക്കുന്നത്? എന്താണ് അതുകൊണ്ട്? അല്ല സാറേ, അതുപോലെ പ്രാർത്ഥനകൾ എങ്ങനെയും നല്ലതാക്കാലോ, അതിനെന്താ കുഴപ്പം? അതും ഈ പറയപ്പെടുന്ന അറിവിന്റെ ശാഖ. ഇപ്പൊ ഈ പറയുന്ന മന്ത്രത്തിലുള്ള മഴ പെയ്യിക്കുന്നതിന് പിന്നിൽ ഏതെങ്കിലും ദേവനുണ്ട് എന്നുള്ള സങ്കല്പം സത്യാവോ? അല്ല സാർ, അതൊരു കൺസെപ്റ്റ് ആണ്. അതാ ഞാൻ പറഞ്ഞ അതൊരു ഭാവനയാണ്. അവിടെ തരുന്ന ഒരു മെസ്സേജ് അല്ലേ സാർ അവര് പറയുന്ന ഒരു കാര്യം. ആ തരുന്ന മെസ്സേജ് നിങ്ങളുടെ ഉദ്ദേശത്തിലല്ല ഞാൻ ചോദ്യം ഉന്നയിക്കുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ വസ്തുതയാണെന്ന് ശാഠ്യം പിടിക്കരുത്, അത്രേ ഉള്ളൂ. ഞാൻ അതല്ലേ നേരത്തെ പറഞ്ഞത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇത് രണ്ടും യോജിപ്പിക്കണ്ട. ആത്മീയതയും ഈ പറയുന്ന മോഡേൺ സയൻസും. അതാ പറഞ്ഞപ്പോ ഓരോ ആളുകൾക്ക് ആത്മീയത എന്ന് പറയുന്ന പലതരം ആളുകൾക്ക് പലതരത്തിലുള്ള സങ്കല്പങ്ങളും പലതരം പ്രാർത്ഥനകളും മന്ത്രങ്ങളും ഉണ്ട്. അത് ലോകത്തിന്റെ പല ഭാഗത്തും ഉണ്ട്. ഞാൻ പറയട്ടെ, ഒരു മിനിറ്റ്. നിങ്ങൾ കുറെ മന്ത്രം ചൊല്ലിയല്ലോ. ഞാൻ പറയുന്നത്, അന്ന് കാലത്ത് മരുന്നും മന്ത്രവും കൊണ്ട് മനുഷ്യന്മാര് നടന്നിരുന്നത് മരുന്നിന്റെ കാര്യത്തിൽ ഒരു കൃത്യതയോ വ്യക്തതയോ അതിന്റെ അടിസ്ഥാനമോ ഒന്നും അന്വേഷിച്ചറിയാനുള്ള ഒരു അറിവ് പറയട്ടെ. ഇന്ന് നമ്മുടെ നാട്ടില് മെഡിക്കൽ കോളേജിൽ ഇപ്പൊ ഒരു സർജറിക്ക് പോവാണെങ്കിലും ഹൃദയ ശസ്ത്രക്രിയക്ക് പോവാണെങ്കിലും അതിന്റെ കൂടെ മന്ത്രമൊന്നും ഇല്ലല്ലോ. മരുന്നും അതിന്റെ സംവിധാനങ്ങളിലേ ഉള്ളൂ. അതിന്റെ കൃത്യത നമുക്ക് അറിയാവുന്നത് കൊണ്ട് മന്ത്രം ഒരു പ്രധാനമല്ല. അന്ന് ഇതിൽ ഉറപ്പില്ലാത്തവര് മരുന്നിന്റെ കൂടെ മന്ത്രം കൂടി ചൊല്ലി, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഈ മന്ത്രത്തിന് എന്തെങ്കിലും സിദ്ധി ഉണ്ടെന്നോ അതിന് പവർ ഉണ്ടെന്നോ ഞാൻ വിചാരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്.
അല്ലല്ല, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അന്നത്തെ കാര്യങ്ങൾ ഈ മെഡിസിൻ എന്ന് പറയുന്ന അത് അന്ന് ഈ പറയുന്ന ആയുർവേദത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ മൂലികകളെ വളരെ വ്യക്തമായിട്ട് അത് എടുക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക കണക്ക് പ്രകാരം അതിന് നല്ല ഒരു അത് അന്നത്തെ കാലത്തെ അറിവാണ്. അന്നത്തെ കാലത്തെ അറിവ് അന്നത്തെ മനുഷ്യരുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് അവർക്ക് ചെയ്യാവുന്ന അവർ ചെയ്തു. അത് എല്ലാ കാലത്തേക്കും മികച്ച അറിവാണെന്ന് പറയാൻ കഴിയില്ല. അല്ല, പരിവർത്തനം വേണമെന്ന് പറയുന്നത് പരിവർത്തനം എന്നല്ല, നമ്മൾ അതിനേക്കാളും മികച്ചൊരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്കൊരു വസ്തു, ഇപ്പൊ ഒരു പച്ചമരുന്ന്, ഒരു ഇല, അല്ലെങ്കിൽ ഒരു പൂവ്, ഒരു കായ, ഒരു മരത്തിന്റെ തണ്ട്, അതിൽ നിന്ന് എന്തെങ്കിലും ഔഷധ മൂല്യമുള്ള എന്തെങ്കിലും ഒരു മൂലകം അതിനകത്ത് ഉണ്ടെങ്കിൽ ആ മൂലകം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനും അതെങ്ങനെയാണ് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയാനും അത് എക്സ്ട്രാക്ട് ചെയ്യാനും അതിന്റെ അളവ് നിശ്ചയിക്കാനും ഒക്കെ പറ്റുന്ന തരത്തിൽ ശാസ്ത്രീയമായിട്ടുള്ള വികാസം പ്രാപിച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഇപ്പോഴും ഈ തൊട്ടാവാടി സമൂലം അതേമാതിരി കുറുന്തോട്ടി സമൂലം അരച്ചു കലക്കി കുടിക്കുന്നതിന് വല്ല ലോജിക്കുണ്ടോ? ഉണ്ട് സാർ. എന്താ ലോജിക്ക്? ഞാനൊരു കാര്യം പറയട്ടെ. ഇന്ന് കാണുന്ന മെഡിസിൻസ് നമ്മൾ ഒരു രോഗം നശിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ വേറെ രോഗം നമുക്ക് തരുന്നില്ലേ? അപ്പൊ മറ്റു ആയുർവേദാണെങ്കിലോ? ഇല്ല, ആയുർവേദത്തിൽ എവിടെയാ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അരിഷ്ടം കുടിച്ച് അൾസർ രോഗം മൂർച്ഛിച്ച ആളാണ് ഞാൻ. സാർ അതിനൊരു കണക്കുണ്ട് സാർ. എന്ത് കണക്ക്? ഇത് വൈദ്യന്മാര് പറഞ്ഞു തന്ന കണക്ക്. ഞാനൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഞാൻ പറയട്ടെ, എന്താ അറിയോ, ഇത് ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അറിവ് നമ്മൾ പരീക്ഷണ നിരീക്ഷണങ്ങൾ, ഇപ്പം നിങ്ങൾ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറയുന്നു. ഈ മരുന്നിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് പോലും നിങ്ങൾ ഒരു മരുന്ന് വാങ്ങിയിട്ട് അതിന്റെ ബോക്സ് വായിക്കുക, അല്ലെങ്കിൽ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നോക്കുക, അതിന്റെ സൈഡ് എഫക്ട്സ് എന്താണെന്ന് ഇത് കുറിക്കുന്ന ഡോക്ടർ പറയും, അത് മരുന്ന് കമ്പനി ഉണ്ടാക്കുന്ന കമ്പനിയും പറയും. അതാണ് അറിവിന്റെ അക്യൂറസി എന്ന് പറയുന്ന സാധനം. അതല്ലാതെ നമ്മൾ തൊട്ടാവാടിയിലെ ഒരു മൂലകം ഏതെങ്കിലും ഒരു ഗുണകരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ട് നമ്മൾ മൊത്തത്തിൽ തൊട്ടാവാടി അരച്ച് കലക്കി കുടിക്കുമ്പോൾ അതിനകത്ത് നമ്മളെ ശരീരത്തിന് അപ്പോഴത്തെ അവസ്ഥയ്ക്ക് പറ്റാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവും. അപ്പൊ അതെന്തിനാണ്? അപ്പൊ എന്തിനാണ് ഈ ആയുർവേദം എന്ന് പറഞ്ഞ് നമ്മൾ വെറുതെ ഇറങ്ങാറാവുന്നത്? അപ്പൊ അതിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല. എന്ത് ഇമ്പോർട്ടൻസ്? ഇപ്പൊ നിങ്ങൾക്ക് കയ്യിനൊരു എന്താ പറയാ, നിങ്ങൾക്കൊരു പിഴിച്ചിലൊക്കെ നടത്തുമ്പോൾ ശരീരത്തിന് സുഖം കിട്ടണമെങ്കിൽ അത് ആസ്വദിക്കാം എന്നതിനപ്പുറത്തേക്ക് ആയുർവേദം ഒരു വൈദ്യശാസ്ത്ര ശാഖയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന സാധനമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് കൊണ്ടുപോവാണെങ്കിൽ തന്നെ ഇപ്പൊ ആയുർവേദം എന്നൊരു ശാസ്ത്രശാഖ, അങ്ങനെ ഒരു വൈദ്യശാസ്ത്ര മേഖല നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണെങ്കിൽ തന്നെ അതിനകത്ത് ആധുനിക ശാസ്ത്രത്തിന് സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തിയിട്ട് അത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അതിനകത്ത് ഒരു മാർക്ക് ഇടാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ പണ്ട് ഏതോ വേദത്തിൽ, ഒരു മിനിറ്റ്, മുനിമാര് തപസ്സിരുന്നപ്പോ കിട്ടിയ ദിവ്യവേദങ്ങൾ അല്ലെങ്കിൽ ദിവ്യജ്ഞാനം കൊണ്ട് എഴുതിയുണ്ടാക്കിയ കിതാബ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പറയുന്ന എന്താ പറയാ ഈ ആയുർവേദത്തിന്റെ വേദങ്ങൾ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കുന്ന രീതിയൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമേ അല്ല. അതിലെന്ത് സംശയം? ഞാനത് അംഗീകരിക്കുന്നില്ല. അതിനെന്തെങ്കിലും പ്രാമാണികത നിങ്ങൾ പറഞ്ഞോളൂ. അന്നത്തെ കാലങ്ങളിൽ അത് ഒരുപാട് പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പറഞ്ഞല്ലോ ഞാൻ നിങ്ങളോട്. ഒരു മിനിറ്റ്, നിങ്ങൾ പറയുന്നതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഞാൻ അന്നത്തെ കാലത്ത് ഇത് മനുഷ്യർ ഉപകാരപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ പണ്ട് കാലത്ത് നമ്മളുടെ ഈ അനസ്തേഷ്യ പോലെയുള്ള സങ്കേതങ്ങളൊക്കെ വരുന്നതിന് മുൻപ്, സർജറിയുടെ ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങളും കീഹോളൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യരെ വെട്ടുകത്തി കൊണ്ട് വെട്ടിപ്പൊളിച്ച് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയിൽ അത് ചെയ്തിട്ടുണ്ട് ആ കാലത്ത്. അത് ഇന്നത്തേനേക്കാളും ബെറ്റർ ആണെന്ന് പറയുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അന്ന് അത് ഉപകാരപ്പെട്ടിരുന്നു, നമുക്ക് ഇന്നും വെട്ടിപ്പൊളിച്ച് സർജറി ചെയ്യാന്ന് ആരെങ്കിലും പറയുമോ? ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ അംഗീകരിച്ചുകൊണ്ടല്ലേ സാർ പറയുന്നത്. അന്നത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ ഇത്രത്തോളം വികാസം പ്രാപിച്ചിട്ടില്ലാത്ത കാലഘട്ടം തന്നെയായിരുന്നു. പക്ഷെ അന്നത്തെ കാലഘട്ടങ്ങളിൽ ആയുർവേദം ഒരിക്കലും അതൊരു മണ്ടത്തരമാണ്. ഒരിക്കലും അന്നത്തെ കാലത്ത് അത് മണ്ടത്തരമല്ല. ഇതല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നത്തെ കാലത്ത് അത് മണ്ടത്തരമല്ല. ഇന്നത്തെ നിങ്ങളെ വീട്ടിലിപ്പോ കാളവണ്ടി ഉണ്ടോ? എന്താ ഇല്ലാത്ത? കാളവണ്ടി ഇല്ല. ഇന്നത്തെ അനുസരിച്ച് അന്നത്തെ കാളവണ്ടി അന്ന് ഒരുപാട് മനുഷ്യർക്ക് ഉപകാരം ചെയ്ത വണ്ടിയല്ലേ? മനുഷ്യന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ പ്രധാനപ്പെട്ട വാഹനല്ലേ കാളവണ്ടി? നമ്മൾ എന്തിനാ കാളവണ്ടി തള്ളി പറയുന്നത്? അല്ലല്ല, കാളവണ്ടി ആര് തള്ളി പറഞ്ഞു? ഞാൻ തള്ളി പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞോട്ടെ. അല്ല, നിങ്ങൾ എന്താ പിന്നെ കാളവണ്ടി ഉപേക്ഷിച്ചത്? കാറിലേക്ക് മാറിയത് എന്തിനാ? അങ്ങനെയല്ല, അങ്ങനെയാണ് ഞാൻ ചോദിക്കാം. നിങ്ങൾ എന്തുകൊണ്ടാണ് കാളവണ്ടി ഉപേക്ഷിച്ച് കാറോ ബൈക്കിലൊക്കെ മാറിയത്? കഴുതപ്പുലത്തോ കുതിരപ്പുറത്തോ അല്ലെങ്കിൽ കാളവണ്ടിയിലൊക്കെ യാത്ര ചെയ്തിരുന്ന നമ്മളല്ലേ? അന്ന് ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങൾ അന്നത്തെ കാലത്തെ പ്രാചീനമായ അറിവുകളെ നിരാകരിക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അങ്ങനെയല്ല. ഞാൻ പറഞ്ഞോട്ടെ. അതിന്റെ കാരണം പറഞ്ഞാൽ നിങ്ങൾ ഈ പറയാൻ പോകുന്നതിന്റെ ഉത്തരം അതിനകത്തുണ്ടാവും. നിങ്ങൾ സാർ, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. സയൻസ് പുരോഗമിച്ചിട്ടുണ്ട്, അതിനനുസരിച്ച് മാറ്റങ്ങളും വന്നിട്ടുണ്ട്.
അതിനനുസരിച്ച് മാറ്റങ്ങൾ ഇത് അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഞാൻ അതല്ല പറഞ്ഞത്. അന്നുള്ള കാലഘട്ടങ്ങളിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അതൊരു മണ്ടത്തരമല്ല. അതിന്റെ ഒരു അതിന്റേതായ ഒരു ശാസ്ത്രീയ മണ്ടത്തരം അന്ന് മണ്ടത്തരമായിരുന്നു ആരാ പറഞ്ഞത്? അല്ല, സാറ് പറഞ്ഞു ഇപ്പൊ അതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇല്ല, ഇപ്പൊ അംഗീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇപ്പൊ കാളവണ്ടിയെ ഒരു വാഹനമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നതിന് സമാനമാണ് അതിന്റെ ഉത്തരം. സാർ ഞാനും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളാണ് എന്ന് കരുതി ഞാൻ ഒരിക്കലും എനിക്കിപ്പോ ആയുർവേദ തള്ളി പറയേണ്ട കാര്യമില്ല. ഞാൻ കാർ ഉപയോഗിക്കുന്ന ആളാണ്. തള്ളി പറയുന്നത് എപ്പോഴാണ്? ഞാൻ പറയട്ടെ ആധുനിക വൈദ്യശാസ്ത്രം പോലെ കാളവണ്ടിയെ തള്ളി പറയാൻ പറ്റുമോ? ആരാ കാളവണ്ടിയെ തള്ളി പറയുന്നത്? നമ്മൾ കാളവണ്ടിയെ ഒരു മിനിറ്റ് കേട്ടോളൂ. എങ്ങനെയാണ് കാളവണ്ടി ഇതിൽ പ്രസക്തമാകുന്നത്? ഒരു കാലത്ത് മനുഷ്യന്റെ സഞ്ചാരത്തിനും മനുഷ്യന്റെ ചരക്ക് നീക്കത്തിനും ഉപയോഗിച്ചിരുന്ന ഒരു വാഹനം കാളവണ്ടി. ആ കാളവണ്ടി ആണ് ഏറ്റവും മികച്ചത്, അതിന് സൈഡ് എഫക്ട്സ് ഇല്ല, അതിന് അന്തരീക്ഷ മലിനീകരണം ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ കാളവണ്ടിക്ക് വേണ്ടി വാദിച്ചാൽ എങ്ങനെ ഇരിക്കുമോ? അതേ വാദമാണ് ആയുർവേദത്തെ അലോപ്പതിയുടെ സത്യമാണ്. സൈഡ് എഫക്ട് ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങൾ എന്തിനാണ് അന്തരീക്ഷ മലിനീകരണം ഉണ്ടാക്കുന്ന പെട്രോൾ ഡീസൽ കാറുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നത്? തീർച്ചയായിട്ടും ആണ്. എന്തിനാ ഉപയോഗിക്കുന്നത്? എന്തിനാ ഉപയോഗിക്കുന്നത്? ശരി തന്നെയാണ്. കുറച്ചുകൂടെ കാര്യങ്ങൾ എളുപ്പമായി കാര്യങ്ങൾ നമുക്ക്. അപ്പൊ എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള എല്ലാത്തിനും അതിന്റേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ മനുഷ്യര് സാമൂഹികമായിട്ടും വൈജ്ഞാനികമായിട്ടും ബുദ്ധിപരമായിട്ടും ഒക്കെ ഒരു പരിവർത്തനത്തിലൂടെ ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ് ചെയ്യുന്നത്. കാട്ടിൽ ഇര പിടിച്ച് പച്ചക്ക് കാട്ടുതീയിൽ ബന്ധം. ഞാൻ ഒരു ഗ്രന്ഥത്തെ ഉദ്ഘോഷിച്ചു തന്നെ അതിന്റെ കാര്യങ്ങൾ ഞാൻ ഒരു ഗ്രന്ഥത്തെ ഒരു മതത്തെ ഒരു വേദത്തെ അല്ല പറഞ്ഞത്, എല്ലാത്തിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മളിവിടെ ആയുർവേദം പറയുമ്പോൾ അറബ് നാട്ടിൽ ഇതേമാതിരി കൊമ്പുവെപ്പ് ഹിജാമ എന്നൊക്കെ പറഞ്ഞ വേറെ ട്രീറ്റ്മെന്റുകളുണ്ട്. ഇസ്ലാമിക ചികിത്സയിൽ കരിഞ്ജീരകാണ് എല്ലാത്തിനും ഔഷധം. നമ്മളിവിടെ കുറുന്തോട്ടിയല്ലേ, അവിടെ കരിഞ്ജീരകാണ്. അപ്പൊ ഇങ്ങനെ പ്രാദേശികമായിട്ട് ഓരോ നാട്ടിൽ ഓരോ തരം ചികിത്സകളും ഓരോ തരം അറിവുകളും മനുഷ്യരുടെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നിരിക്കണം. അത് ഉണ്ടായിട്ടുണ്ട്. അത് പുരോഗമിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോഴും നമ്മൾ ചില ആൾക്കാരില്ല കാളവണ്ടി നമ്മൾ അങ്ങനെ തള്ളി പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് കാളവണ്ടിയെ പുൽകുന്നതിന് സമാനമായിട്ടുള്ള ഒരു നിലപാടാണ് ആയുർവേദ വാദമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മൾ കൊറോണ വാക്സിൻ എന്ന് പറഞ്ഞ സാധനം വന്നു നമ്മൾ ഒരുപാട് പേര് ഇഞ്ചക്ട് ചെയ്തു. അതിന്റെ പേരിൽ ഒരുപാട് വിഷയങ്ങൾ ഇപ്പൊ നടക്കുന്നില്ലേ? അത് ഇഞ്ചക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇഞ്ചക്ട് ചെയ്യാത്തത് കൊണ്ടും അത് മരുന്ന് പ്രോപ്പറായിട്ട് എത്താത്തത് കണ്ടുപിടിക്കുന്നതിന് മുൻപും ആളുകൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചത് നിങ്ങൾ പറയും. എത്ര പേര് മരിച്ചു? കേരളത്തിൽ എത്ര പേര് മരിച്ചു? ഇപ്പോഴോ സാറേ? അല്ലെ, കേരളത്തിൽ എത്ര പേര് മരിച്ചു പറയും, കണക്ക് പറയും. ഒരുപാട് പേര് മരിച്ചു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. അതിനുണ്ടാവുന്ന ഒരു സൈഡ് എഫക്ട് ഒന്ന് ചിന്തിച്ച് നോക്കി. ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത് ഈ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് നമ്മൾ ഒരു കാര്യത്തെ മനസ്സിലാക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു വൈദ്യനുണ്ടായിരുന്നു, പാരസെറ്റമോൾ കോഴി കൊടുക്കാൻ ധൈര്യം ഉണ്ടോന്ന് വെച്ചിട്ട്. അയാൾ പിന്നെ കോവിഡിന്റെ സമയത്ത് കൊറോണ വാക്സിനെതിരെ കോവിഡ് ഞാൻ പറഞ്ഞ കേരളത്തിലെ പല പ്രമുഖരുടെയും കരൾ വൃക്ക രോഗത്തിന് ചികിത്സിച്ചുകൊണ്ടിരുന്ന മഹാനാണ് ആലപ്പുഴക്കാരൻ വൈദ്യര്. ആ മഹാനുഭാവന്റെ ചികിത്സയിൽ നിരവധി പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ അകാലത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. സംവിധായകരുണ്ട് അതിനകത്ത്, കലാകാരന്മാര്, നടന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അറിയോ? ആ മഹാന് കോവിഡിന്റെ കാലത്ത് നിങ്ങൾ ഇപ്പൊ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ആളാ. അവസാനം അയാൾ കോവിഡ് വന്ന് മരിച്ചു. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്ട് ഇന്ന് ആധുനിക ശാസ്ത്രം വികസിക്കുന്നതിനനുസരിച്ചുള്ള എന്താണ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉണ്ട് റേഡിയേഷൻ. അല്ല, എന്താണ് സൈഡ് എഫക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാർ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഒരാള് വന്ന് ക്യാൻസർ വന്ന് മരിക്കാൻ പോകുന്ന ഒരാൾക്ക് റേഡിയേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കീമോതെറാപ്പിയോ പോലത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ അയാളുടെ മുടി കൊഴിയും, അയാൾക്ക് വേറെ അസുഖം വരും ചെയ്യും. ഇതല്ലേ നിങ്ങളെ പോയിന്റ്? അത് ചികിത്സിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? സാർ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറയട്ടെ, ഇന്നത്തെ ആധുനിക ശാസ്ത്രം എല്ലാം പഠിച്ചുകൊണ്ടാണ് ചെയ്യുന്നെന്ന് പറഞ്ഞെടുത്താണ് എല്ലാം പഠിച്ചിട്ടല്ല ചെയ്യുന്നത്. അതിൽ പുതിയ ഇൻവെൻഷനിൽ പരിമിതികൾ ഉണ്ടാവും. അത് പിന്നെയും പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തി നമ്മള് ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങൾ കാളവണ്ടിയെ തള്ളാതിരിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ആധുനികമായിട്ടുള്ള അറിവിന്റെ രീതികളെ നിങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നില്ല, അതിനെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. അതിനേക്കാളും ഞാൻ
ഇല്ല ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ ഭഗവത്ഗീത എന്നുള്ള ഗ്രന്ഥമില്ലേ, വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അർജുനനോട് ഒരു ഉപദേശം കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് അറിയാമോ? കാലാനുസൃതമായി പരിവർത്തനത്തിന് വിധേയമാകാത്ത മനുഷ്യൻ ലോകത്തിലെ ഏറ്റവും വലിയ മന്ദബുദ്ധിയാണെന്ന് വ്യക്തമായി എഴുതി വെച്ച്. കാലാനുസൃതമായിട്ടുള്ള പരിവർത്തനത്തിന് വിധേയമാകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ അതല്ല ആ പുസ്തകം പൊക്കി പിടിച്ചിട്ട് ഇപ്പോഴും ആധുനികമായിട്ടുള്ള പിന്നെ നമ്മളെ കണ്ടെത്തലുകളിൽ എന്തെങ്കിലും കഴിവ് കുറവുണ്ടോ എന്ന് നോക്കി അവിടെ പഴയതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ നോക്കി നടക്കില്ല നിങ്ങള്. ഈ പുസ്തകം കൈ പിടിച്ചിട്ട് സാർ അതിലുള്ള മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. അല്ല, ആ മെസ്സേജ് പോക്കറ്റിലിട്ടിട്ട് നിങ്ങൾ ഇപ്പോഴും ചെയ്യുന്നത് എന്താണ്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. സാർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പണ്ടുള്ള ഈ ആയുർവേദ മെഡിസിൻസ് വ്യക്തമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല അവർ ചെയ്തിരിക്കുന്നത്. അവർ ആത്മീയമായിട്ടുള്ള കുറച്ച് അറിവുകൾ കിട്ടിയെന്നുള്ള ഒരു അടിസ്ഥാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. സാർ ഇന്നുണ്ടാക്കുന്ന ഈ പറഞ്ഞ ഈ കൊറോണ വാക്സിന്റെ കാര്യം പറയാനുള്ള കാരണം അതിൽ എന്ത് വ്യക്തമായ പഠനമാണ് ഉണ്ടായിട്ടുള്ളത്? പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എന്താണ് നിനക്ക് എന്താ വെച്ചാൽ ഇതിന്റെ മെത്തഡോളജി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാത്തതിന് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക? ആയുർവേദത്തിലെ മരുന്ന് നിർണ്ണയിക്കുന്നത് പോലെയാണോ പിന്നെ കോവിഡിനോ അല്ലെങ്കിൽ മറ്റു രോഗങ്ങൾക്കോ വാക്സിൻ കണ്ടെത്തുന്നത്? മറ്റുള്ള അസുഖങ്ങൾ എന്തുകൊണ്ടാണ് മനുഷ്യനെ വേട്ടയാടുന്നത്? അല്ല, ഈ കൊറോണ വാക്സിൻ ഇൻജെക്ട് ചെയ്ത ഒരാളിന് ഹാർട്ട് അറ്റാക്കുകളൊക്കെ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പഠനം, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് സംഭവിച്ചിരിക്കുന്നത്? ജനങ്ങൾ പറയുന്ന ഒരു കാര്യമാണ് ഒരുപാട് പ്രശ്നങ്ങൾ നോക്കൂ. നിങ്ങൾ ഈ പറയുന്നത് എന്ത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിച്ചു. സാർ ഒരുപാട് പേര് ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോവിഡ് ഇഞ്ചക്ഷൻ കിട്ടിയതിന് ശേഷം കോവിഡ് ഇഞ്ചക്ഷൻ കിട്ടിയതിന് ശേഷം ഒരുപാട് പേര് ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്ന് മരിച്ചു എന്നാണെങ്കിൽ അതിന് മുമ്പ് മരിച്ചിട്ടില്ലേ? എന്താണ് അതിന് മുമ്പ് മരിച്ചിട്ടില്ലേ? അതല്ല ഞാൻ പറഞ്ഞത് സാർ. ഇതെങ്ങനെയാണ് നിങ്ങൾ കോറിലേറ്റ് ചെയ്യുന്നത്? ഇതുകൊണ്ടാണ് നിങ്ങൾ എങ്ങനെ ഫൈനലൈസ് ചെയ്യുന്നത്? ബൂസ്റ്റർ ഡോസ് എടുത്തതിന് ശേഷം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്ത് ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത് എന്നാ ചോദിച്ചത്? സാർ ഡാറ്റയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, ജനങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരെ പറഞ്ഞ കാര്യങ്ങളാണിത്. ആളുകൾ പറയുന്നതല്ലല്ലോ ഒരു കാര്യത്തിന് വസ്തുത നിർണ്ണയിക്കുന്നത്. ഇനി രണ്ടാമത് ഇത് പറയൂ. നമ്മളൊരു കാര്യം പറഞ്ഞത് ഇത്തരം ചിന്തയുള്ള ആളുകൾ, വാക്സിൻ വിരുദ്ധരായിട്ടുള്ള ആളുകൾ എല്ലാ കാലത്തും പ്രചരിപ്പിക്കുന്ന വിഖണ്ഡവാദമാണ്. അല്ലാതെ അതിനകത്ത് വേറെ തെളിവൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. നമ്മളെ കയ്യിലിരിക്കുന്ന മൊബൈല് നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാണ്. അതിലൊരു സൈഡ് എഫക്ട് ഇല്ലേ സാർ? ഉണ്ടാവും. ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഉറപ്പല്ലേ? എന്താ വ്യത്യാസം നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ, കാളവണ്ടിയിലാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഇന്ന് ഇതുപോലത്തെ റോഡ് ആക്സിഡന്റ് ഉണ്ടാവുമോ? നിങ്ങൾ ആലോചിക്കും. ഉണ്ടാവില്ല. അതവിടെ നിൽക്കട്ടെ. അത് സാർ മനുഷ്യന്റെ ഇത് ഞാൻ പറഞ്ഞു. ഈ ഒരു സാധനം മേക്ക് ചെയ്ത അല്ലെങ്കിൽ മേഡ് ചെയ്ത ഒരാൾക്ക് എന്തുകൊണ്ട് ഇതിനെ വ്യക്തമായിട്ടുള്ള ഒരു നല്ലൊരു പ്രൊട്ടക്ഷനോട് കൂടി ഉണ്ടാക്കാൻ സാധിച്ചില്ല? എന്തൊരു കഥയാണ് നിങ്ങൾ പറയുന്നത് സാർ? ഇത് ഒരു ചോദ്യമല്ലേ? ഈ ചോദ്യത്തിന്റെ മണ്ടത്തരത്തിന്റെ ആഴം എത്ര നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, എന്താ ഉദ്ദേശിക്കുന്നത്? മോഡേൺ സയൻസ് അഡ്വാൻസ്ഡ് ആണെന്നാണല്ലോ നിങ്ങളുടെ വാദം. ഈ അഡ്വാൻസ്ഡ് ആണെന്ന് പറഞ്ഞ എന്തിന്റെ ബേസിലാ? എന്താണ് നമ്മൾ മുൻപുള്ളതിനേക്കാളും മികച്ചത്? എത്രയോ മരുന്നുകളും ഏതൊക്കെയോ വിഷയത്തിലുള്ള ട്രീറ്റ്മെന്റുകളും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള, അതായത് നമ്മളൊരു കാര്യം ഇൻവെന്റ് ചെയ്യുമ്പോൾ അതിന്റെ മെറിറ്റും ഡീമെറിറ്റും അതിന്റെ എഫക്റ്റും സൈഡ് എഫക്റ്റും പഠിച്ച് അതിലെ എഫക്റ്റ് കൂട്ടുകയും സൈഡ് എഫക്ട്സ് കുറയ്ക്കുകയും ചെയ്യാനുള്ള പരീക്ഷണങ്ങൾ തുടർന്ന് നടക്കുകയും അതിനെ ഇങ്ങനെ ബെറ്റർമെന്റ് ചെയ്ത് കൊണ്ടുവരും ചെയ്യും. അതാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ ഏതായിരുന്നു ആദ്യം? നിങ്ങൾ ഫസ്റ്റ് ഉപയോഗിച്ച മൊബൈൽ ഫോൺ ഏതാ? ഞാൻ നോക്കിയാണ് ഉപയോഗിച്ചത്. നോക്കിയ 3310 1100 അതിനുശേഷം 1100 1100. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാ? ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്നത് ഓപ്പോയാണ്. അതിലേതാ ആധുനികമായിട്ടുള്ള ഫോണ്? അതെന്തുകൊണ്ടാ? അന്ന് ഏതായിരുന്നു ആധുനികമായ ഫോണ്? അന്ന് ആധുനികമായ ഫോൺ എന്ന് വെച്ചാൽ നോക്കിയ ആയിരുന്നു. അതായത് ലാൻഡ് ഫോണിലും STD ബൂത്തിലും കറക്കി കുത്തുമ്പോൾ നിങ്ങൾക്ക് നോക്കിയുടെ 1100 അടിപൊളിയായിരുന്നു. അത് ഏറ്റവും ആധുനികമായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓപ്പോയുടെ വലിയ മോഡലിലേക്ക് വരുമ്പോ അതാണ് ആധുനികം. അപ്പൊ ഈ ആധുനികം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നൂതനമാക്കിക്കൊണ്ടിരിക്കുകയാണ്, പുതുക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിലിപ്പോ നിങ്ങൾക്ക് ഓരോ തവണ ഇപ്പൊ നിങ്ങളുടെ ഫോണിൽ അപ്ഡേഷൻസ് വരും ഇല്ലേ? അപ്പൊ നിങ്ങൾ പറയാണ് ഈ കമ്പനിക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഫുൾ അപ്ഡേറ്റ് ചെയ്തിന് തന്നാ പോരെ, ഇതിങ്ങനെ മാസം അപ്ഡേഷൻ അയച്ചു എന്തിനാണ് ചോദിക്കുന്ന പോലത്തെ അതുപോലത്തെ ഒരു മണ്ടത്തരാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞത്. അല്ല, ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. പണ്ട് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന സമയത്തെ നമുക്ക് ഈ റേഡിയേഷൻ നമുക്ക് ബാധകമായിരുന്നോ? ഇല്ല.
ഇല്ല അല്ലായിരുന്നു. അഡ്വാൻസ് ആയി വന്ന സമയത്ത് അപ്പൊ അതല്ല സുഹൃത്ത് ഞാൻ പറഞ്ഞ ഏറ്റവും നല്ല വണ്ടി കാളവണ്ടിയാണ്. ഒരു റോഡ് ആക്സിഡന്റ് ഇപ്പൊ എത്ര ആൾക്കാരറിയോ ഓരോ ദിവസം റോഡ് ആക്സിഡന്റ് സാറേ. ഞാൻ പറയുന്നത് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്ന സമയത്ത് റേഡിയേഷൻ ഇല്ലായിരുന്നു. നമുക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു സാങ്കേതിക വിദ്യ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ അഡ്വാൻസ്ഡ് ആയി വന്ന സമയത്താണ് ഈ റേഡിയേഷൻ പോലെയുള്ള വിഷയങ്ങൾ ഉണ്ടായി തുടങ്ങിയത്. നമ്മുടെ ശരീരത്തിൽ അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. മനുഷ്യന്റെ ആയുസ് തന്നെ കുറഞ്ഞൊരു കാലഘട്ടമല്ലേ വന്നേക്കുന്നത് അല്ലേ? ആൾക്കാർ അതാണ് മണ്ടത്തരങ്ങൾ ചേർത്ത് മിക്സ് ചെയ്ത് പറയുന്നത്. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞിരിക്കുന്ന കാലഘട്ടമല്ല ഞാൻ പറഞ്ഞത്. മനുഷ്യന്റെ ആയുസ് കുറഞ്ഞ കാലഘട്ടമല്ല വന്നിരിക്കുന്നത്. എന്തൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് ഈ റേഡിയേഷൻ പോലുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല? അതാണ് പറഞ്ഞത്. അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണ് കഴിഞ്ഞ കൊല്ലം വാങ്ങിയ ഫോൺ ഇപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്നത്? സാർ ഞാൻ പറയട്ടെ, ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇതെന്താണെന്നറിയോ? ഇത് നമ്മൾ കുടം കമ്മിറ്റി വെച്ച് വെള്ളം ഒഴിക്കുന്നതാണ്. നിങ്ങളൊരു മൈൻഡ് സെറ്റ് നിൽക്കുന്നതാണ്. ആ നിങ്ങളെ എനിക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരാൻ പറ്റില്ല. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് ആളുകൾക്ക് ലളിതമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ്. എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ പണ്ട് കീറി മുറിക്കുക എന്നാ പറയുന്നത്. ഇപ്പൊ കീഹോൾ സർജറി വന്നപ്പോഴോ കീറിമുറിയുടെ അളവ് കുറയും, അതുകൊണ്ടുണ്ടാവുന്ന സൈഡ് എഫക്ട്സ് കുറയും. അപ്പൊ അങ്ങനെയാണ് നമ്മളൊരു പുതിയ സങ്കേതത്തിലേക്ക്. അതിന് പകരം പണ്ട് നിങ്ങൾ പൊട്ടിയ എല്ലിന്റെ രണ്ട് സൈഡിലും മുളങ്കമ്പ് വെച്ച് കാട്ടുവള്ളി കൊണ്ട് കെട്ടി എണ്ണയും തേച്ച് നടന്നാൽ മതിയോ? സാർ ഞാൻ അംഗീകരിക്കുന്നു. അതേ സംഭവം തന്നെയാണ് സുഹൃത്തെ എല്ലാ കാര്യത്തിലും ഉള്ളത്. ഇപ്പൊ നിങ്ങൾ റേഡിയേഷന്റെ കാര്യം പറയുന്നു. നമ്മൾ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തുന്ന സമയത്ത് അതിന്റെ ഉപയോഗവും അതിന്റെ സൈഡ് എഫക്ട്സും അതിന് അനുബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങളും പഠിച്ച് ആ പ്രശ്നങ്ങളുടെ അളവ് കുറക്കുന്ന തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് നിങ്ങളെ കയ്യിലിരിക്കുന്ന ഓരോ വസ്തുക്കളും നിങ്ങളെ കയ്യിലുള്ളത്. ഇപ്പോ അതിൽ ഏറ്റവും ആധുനികമായിട്ടുള്ള മനുഷ്യന് ഏറ്റവും സുരക്ഷിതവും അതിനെയാണ് നമ്മൾ ആധുനികം എന്ന് പറയുക. സാർ ഞാൻ പറഞ്ഞോട്ടെ, ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഈ പറയുന്ന നോക്കിയ 1100 മാറി ആധുനിക ഇപ്പൊ ഈ ഇരിക്കുന്ന ഈ ആൻഡ്രോയിഡ് ഫോണിൽ ടച്ച് ഫോണിലേക്ക് മാറിയ സമയത്ത് റേഡിയേഷൻ കൂടിയിട്ടല്ലേ ഉള്ളൂ സാർ ഉള്ളൂ? അല്ല, എങ്ങനെയാണ്? അല്ല അതാ പറഞ്ഞത് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കുറയാണ് ചെയ്യുന്നത്. പല ഫോണുകളും റേഡിയേഷന്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മറ്റു പല ബുദ്ധിമുട്ടുകളുടെ പ്രശ്നങ്ങളോ കൊണ്ട് പിൻവലിക്കപ്പെട്ട മോഡൽ ഫോണുകൾ പോലും ഉണ്ട്. മനസ്സിലായി? അപ്പൊ നിങ്ങളെ കയ്യിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ്, ഒരു മിനിറ്റ്, നിങ്ങളെ കയ്യിലേക്ക് വരുന്ന ഒരു പ്രൊഡക്റ്റ് പൊറോട്ട ചട്ടിയിൽ ഇങ്ങനെ ഇട്ട് വറുത്തെടുക്കുന്നതൊന്നും അല്ല. അത് കൃത്യമായിട്ടുള്ള പരീക്ഷണങ്ങളും നിരീക്ഷണങ്ങളും പഠനങ്ങളും അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കലും ചിലത് നമ്മളത് എത്തുപോലും ഇല്ല. എല്ലാം വരുന്നു. ഇപ്പൊ കോവിഡ് വാക്സിൻ ഫൈനലൈസ് ചെയ്യുന്നത് എന്റെ കയ്യിലിരിക്കുന്ന ഈ ഫോൺ എന്ന് പറയുന്ന സംഭവം മുൻപുണ്ടായിരുന്ന മൊബൈലിനേക്കാൾ കുറച്ചുകൂടെ സേഫ്റ്റി ആണെന്നാണ് പറയുന്നത്. ആണ്. എന്ത് സംശയം ആണ്? ഒരിക്കലും അല്ല സാർ, ആണെന്ന് ഒരിക്കലും അല്ല. ഇല്ല ഇതിന്റെ ടെക്നോളജി, ഇതിന്റെ കാര്യങ്ങൾ, ഫ്യൂച്ചറുകൾ കൂടി വരുന്ന അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഫ്യൂച്ചേഴ്സ് കൂടി വരുന്ന അനുസരിച്ചുള്ള അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് ഡെവലപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ. ഒന്നാമത്തെ കാര്യം അല്ലെ, ഡെവലപ്പ് ചെയ്താലേ പറ്റും. അതിനനുസരിച്ചുള്ള റേഡിയേഷൻ അല്ലെ. ഇപ്പൊ ഞാൻ പണ്ടുള്ള ഒരു മൊബൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി ഒന്ന് കോൾ വിളിക്കുക, ഒന്ന് മെസ്സേജ് അയക്കുക, എത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അതിന്റെ ഉപയോഗം കൂടി വന്നു അല്ലെ. എല്ലാ കാര്യങ്ങളും യൂട്യൂബ് തൊട്ട് കാര്യങ്ങൾ അല്ലെ. അതനുസരിച്ചുള്ള സാർ നമ്മളെ ഉദാഹരണത്തിന് തന്നെ നമ്മളെ മൊബൈൽ നമ്മൾ എടുക്കുമ്പോഴുള്ള ഹീറ്റ് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അത്രത്തോളം റേഡിയേഷൻ അതിൽ വരുന്നുണ്ടെന്ന് നമ്മൾ അംഗീകരിച്ചു കൊടുത്താലേ പറ്റത്തുള്ളൂ. ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്, ഇല്ലെന്നല്ല. മനുഷ്യന്റെ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്ന രീതിയിൽ ശാസ്ത്രം വികസിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇതിന്റെ കുറെ സൈഡ് എഫക്റ്റ് സൈഡിൽ നിന്ന് ഈ ഒരു പ്രശ്നം അവർക്ക് ഇന്നും അതിനെ പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോ അതിനർത്ഥം സത്യമല്ലേ? അപ്പം മനുഷ്യന് എല്ലാം ഉപകാരപ്രദമാണെന്നും പറയാനും പറ്റത്തില്ല. അപ്പോ പിന്നെന്തിനാ നിങ്ങൾ ഈ ഫോൺ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത്? സാർ ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും നോക്കുന്നുണ്ട്. ഇല്ല, പക്ഷെ ഇത് എല്ലാം കൊണ്ടും ബെറ്ററാണ്, മനുഷ്യരാശിക്ക് ബെറ്റർ ആണെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും അല്ല. അപ്പോ അതിന്റേതായിട്ടുള്ള രോഗങ്ങൾ ഇന്ന് കൂടി വരുന്നുണ്ട്. പണ്ടുണ്ടായിരുന്ന രോഗങ്ങൾ പോലെയാണ് ഇന്നുള്ളത്. ഇന്ന് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത് വരികയല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മളെ കൊണ്ടാകുന്ന ഈ ഒരു മാറ്റത്തിന്റെ ദൂഷ്യങ്ങളല്ലേ. ഇതിന്റെ ശാസ്ത്രത്തിന് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് വരെ? അല്ല, ഇതിനിപ്പോ എന്താ നിങ്ങൾ കാണുന്ന ഒരു പരിഹാരം എന്താണ്? ഞാൻ പരിഹാരം കാണുന്നില്ല. ഞാൻ പരിഹാരം കാണുന്ന ഒരാൾ വരുന്നിട്ട് ഒന്നും കാണാൻ സാധിക്കത്തില്ല. അല്ല, ഞാൻ കാണുന്ന പരിഹാരം എന്താണ്? ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എല്ലാ കാലഘട്ടങ്ങളിലും അതിന്റേതായിട്ടുള്ള ഒരു അറിവുകളും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഞാൻ തഞ്ചാവൂർ ശില്പകല ഇന്നുള്ള ഒരു എഞ്ചിനീയർ വിചാരിച്ച തല കുത്തുന്നത് പോലെ ഒന്ന് നിർമ്മിക്കാൻ പറ്റും? എന്താ ചെയ്യാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു കേസ്, നമ്മൾ ഈ പഴയതിന്റെ കാര്യത്തിൽ അഭിരമിക്കുന്നത് ഒരു തരം ഒരു അവസ്ഥയാണ്.
അതിനിപ്പോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനിപ്പോ നമുക്ക് അംഗീകരിക്കുക. അന്നത്തെ ടെക്നോളജി അന്ന് ഈ പറയുന്ന ഇന്നത്തെ പോലെ സയൻസ് വികസിച്ചിട്ടില്ല എന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്നത്തെ ഈ സയൻസിന്റെ ഈ കഴിവ് മനസ്സിലായില്ല സാർ, ഇന്ന് സയൻസ് നല്ല ഡെവലപ്ഡ് ആയിട്ടുണ്ടെന്നുള്ള കാര്യം സത്യം തന്നെയാണ്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതിനെ പിന്നെ പൂർണ്ണമായിട്ട് ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയുന്ന ഇന്നത്തെ എഞ്ചിനീയർമാർ, നല്ല വൃത്തിയെ പഠിച്ചിരിക്കുന്ന എഞ്ചിനീയർമാർ തലകുത്തി നിന്ന് കഴിഞ്ഞാൽ തഞ്ചാവൂർ ശില്പകല, എലോറ ശിവാട്ടമ്പിളി രണ്ടും നിർമ്മിക്കാൻ സാധിക്കും? പറ്റില്ല സാർ. അവര് തന്നെ അംഗീകരിക്കുന്ന കാര്യമല്ലേ അത്? പറ്റില്ല. എല്ലാ കാലഘട്ടങ്ങളും അതിൻ്റെതായിട്ടുള്ള ഒരു ശാസ്ത്രം ഉണ്ടായിരുന്നു. എല്ലാ കാലഘട്ടങ്ങളും അതിൻ്റെതായ ദൂഷ്യങ്ങളും ഉണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഈശ്വര വിശ്വാസം എന്ന് പറയുന്ന ഒരു സാധനത്തെ അന്ധവിശ്വാസം എന്നുള്ള അവസ്ഥയിലേക്ക് മാറ്റിയത് മനുഷ്യൻ തന്നെയാണ്. ദൈവവിശ്വാസം സത്യം പറഞ്ഞാൽ എന്റെ ഒരു അഭിപ്രായത്തില് ദൈവവിശ്വാസം ക്ഷേത്രം കെട്ടിയുള്ള ആരാധനയോ വിഗ്രഹം വെച്ചുള്ള ആരാധനയോ അല്ല. അവനവന്റെ ഉള്ളിലെ അവനവനെ തിരിച്ചറിയാന്നുള്ള ഒരു ഇതാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളിടത്തോളം. ഞാൻ വലിയ പഠനമൊന്നുള്ള ഒരാളല്ല ഇതിനെക്കുറിച്ച്. എന്നിരുന്നാലും ഞാൻ പറയുന്ന ഒരു കാര്യം, പണ്ട് നമ്മൾ അത് മാത്രമല്ല, ഇപ്പൊ ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്നും ക്ഷേത്രം കെട്ടി ആരാധിക്കാനോ അന്ധവിശ്വാസം പുലർത്താനോ വേദങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാണ് എന്റെ പൂർണ്ണമായ വിശ്വാസം. കാര്യം അതിൽ യാഗങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. യാഗം എന്ന് പറയുന്ന വാക്ക് എനിക്ക് അർത്ഥമാക്കുന്നത് എന്തിനും നന്മ ചെയ്യുന്നത് യാഗങ്ങളാണ്. ഇപ്പം വിശക്കുന്ന ഒരു മനുഷ്യന് സാർ, യാഗം എന്നുള്ള വാക്കിന് അർത്ഥം അത് തന്നെയാണ്. തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഒന്ന് സാറിന് വേണമെങ്കിൽ റിസർച്ച് ചെയ്യാം. യാഗം എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോ രാവിലെ എഴുന്നേറ്റതിന് ശേഷം കിളികൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ മനുഷ്യന് ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവന് അന്നം കൊടുക്കുക, വസ്ത്രമില്ലാത്തവന് വസ്ത്രം കൊടുക്കുക, ഇതിനെ തന്നെയാണ് യാഗം എന്ന് ഉദ്ദേശിക്കുന്നത്. മിണ്ടാപ്രാണികളെ അറുത്ത് ചുടുന്നതുണ്ടോ ഇതിനകത്ത്? അങ്ങനത്തെ മിണ്ടാപ്രാണികളെ അറുത്ത് ചുടുന്നു ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറഞ്ഞു? അല്ല, അങ്ങനത്തെ യാഗങ്ങളും ഉണ്ടോ? ഇല്ല. അത് ഞാൻ ഒരിക്കലും അതിലൊന്നും വിശ്വസിക്കുന്നില്ല. മിണ്ടാപ്രാണികളെ അർത്ഥമുണ്ടുള്ള യാഗം എന്നുള്ളൊരു വാക്കിന് അർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യന് നന്മ, അല്ലെ പ്രകൃതിക്ക് നന്മ ചെയ്യാന്നാണ്. യാഗോ ഹോമോ എന്തെങ്കിലുമൊക്കെ ഹോമങ്ങളുണ്ടോ? ഹവനമാണോ ഉദ്ദേശിക്കുന്നത്? ഹോമമാണോ ഉദ്ദേശിക്കുന്നത്? സാർ, ഈ ഹവനം എന്ന് പറയുന്ന കാര്യം ഇവര് അന്നെന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? കുറെ മെഡിസിനുകൾ, അതായത് ഇപ്പം പിന്നെ ഈ പറയുന്ന നമ്മുടെ ഒരു ഹോമകുണ്ടം കെട്ടി വെച്ചതിന് ശേഷം മന്ത്രങ്ങളാൽ കുറച്ച് ഈ പറഞ്ഞ ഇത്തി അരയാല് പ്ലാസ് ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിലേക്ക് കുറെ മെഡിസിനുകളാണല്ലോ അവർ ഇടുന്നത്. ഈ പറയുന്ന പ്രകൃതിദത്തമായ കുറച്ച് മൂലികളാണല്ലോ അതിലേക്ക് ഇടുന്നത്. ഇത് അന്തരീക്ഷത്തെ ശുദ്ധമാക്കുന്നു എന്നൊക്കെ ഉള്ള ഒരു കൺസെപ്റ്റ് ആണെന്ന് അവർ വന്നിരിക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പഠനമൊന്നും വെച്ചില്ല. പക്ഷെ യാഗം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രകൃതിക്ക് നന്മ ചെയ്യാന്നുള്ള ഒരു ഇതാണ്. ഇതൊക്കെ ഇങ്ങനെ ആധുനികമായിട്ട് പല കാര്യങ്ങളും വ്യാഖ്യാനിക്കുമ്പോഴും നമ്മൾ പറഞ്ഞ പോയിന്റ് ഇത്രേ ഉള്ളൂ. ഏറ്റവും പഴയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആ കാലത്തെ മനുഷ്യന്റെ അറിവോ ആഗ്രഹമോ അവന്റെ ബോധ്യമോ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അത് ഒരു മികച്ച സാധനമാണ് എന്ന് പറയുന്നത്, അത് മികച്ചതായിരുന്നു എന്ന് പറയുന്നതില് പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. കാരണം ഓരോ മനുഷ്യരും അവരവരുടെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ചതാണ് ഉപയോഗിക്കുക. ഇപ്പൊ ഇത് പറയുന്നത് നിങ്ങൾ പോലും ഏറ്റവും ആധുനികമായിട്ട്, ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ ഈ റേഡിയേഷന്റെ കാര്യം, ഈ ചെറിയ വ്യത്യാസങ്ങൾ പുതിയതിലുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഏറ്റവും പഴയതിൽ ഏറ്റവും കുറച്ച് ടെക്നോളജി മതി, കുറച്ച് കാര്യങ്ങൾ നടക്കുള്ളൂ. ഒന്ന്. രണ്ടാമത് ഒരു വീട്ടിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു തറവാട്ടിലാകെ ഒരു ഫോണേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ചുള്ള തരംഗം ഉണ്ടാവുള്ളൂ. ഇപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവും, വൈഫൈ ഉണ്ടാവും, ബ്ലൂടൂത്ത് ഉണ്ടാവും, ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എന്നതിനപ്പുറത്തേക്ക് ഇൻഡിവിജ്വലി ഇപ്പൊ ഓരോ സാധനങ്ങളുടെയും പ്രശ്നങ്ങൾ കുറച്ച് കൊണ്ടുവന്ന് അതിന്റെ സൗകര്യങ്ങൾ കൂട്ടുകയും പ്രശ്നങ്ങൾ കുറക്കുകയും എഫക്ട് കൂട്ടി സൈഡ് എഫക്ട് കുറക്കുക, നെഗറ്റീവ് ആയിട്ടുള്ള എഫക്റ്റുകൾ കുറക്കുക എന്നതാണ് ഈ ആധുനികവൽക്കരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട അജണ്ട. അങ്ങനെ വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നില്ല സാർ അതില് അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ് നിങ്ങൾ മരുന്ന് കഴിക്കുന്നത്. ആധുനികവൽക്കരണം എന്ന് പറയുന്നത് പുതിയ ടെക്നോളജീസ് ഉണ്ടാക്കിയിട്ട് ഞാൻ അതാ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളെ കയ്യിൽ ജീവരാശിക്ക് എന്ത് സംഭവിക്കുന്നുള്ള ഒരു ചിന്താഗതി അവർക്കുണ്ട് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ ടെക്നോളജി, ഇപ്പൊ ഹൈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ കണ്ടെത്തുക, അതായത് മനുഷ്യന്റെ കാര്യങ്ങൾ എളുപ്പമാക്കുന്ന രീതിയിലുള്ള ടെക്നോളജികൾ കണ്ടെത്തിക്കൊണ്ട് അതിൽ നിന്നും ബിസിനസ്, അതിൽ നിന്ന് അങ്ങനെ ഒരു പിന്നെ അതിന്റെ ഒരു എക്കണോമിക് സൈഡ് ഉണ്ട്, ഇല്ലാന്നൊന്നും നമ്മൾ പറയുന്നില്ല, വ്യാവസായികമായിട്ടുള്ള സൈഡ് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് അതിനുള്ള പരിഹാരം നമ്മൾ ആയുർവേദത്തിലേക്കും കളവണ്ടിയിലേക്കും പോണതാണോ? ഇല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങോട്ട് പോകണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം കൊണ്ടും തികഞ്ഞതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. എല്ലാം കൊണ്ടും തികഞ്ഞത് ഒരു കാലത്തും ഉണ്ടാവില്ലാന്ന്. അത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ മനുഷ്യരാണ് ഇതെല്ലാം കണ്ടെത്തുന്നത്. എല്ലാം കൊണ്ടും തികഞ്ഞതൊന്ന് കിട്ടണമെങ്കിൽ പറഞ്ഞ പോലെ ഈ എന്താ പറയാ ദൈവവിശ്വാസികൾ പറയുന്ന പോലെ ദൈവം കൊണ്ടുതരണം.
അതിനങ്ങനെ ഒരു ദൈവം അവിടെ ഇരിക്കുന്നില്ല. ഒരു മിനിറ്റ്, അങ്ങനെ ഒരു ദൈവം അവിടെ ഇല്ല. ഇപ്പൊ നമ്മൾ ആകെ കയ്യിലുള്ളത് എന്താണ്? ഈ ദൈവങ്ങൾക്ക് വരെ ന്യൂനതകൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? അത് മനുഷ്യന്മാരുണ്ടാക്കിയത് കൊണ്ടാണ്. അപ്പൊ ഈ ഓരോരോ ന്യൂനതകൾക്ക് നമ്മൾ ഓരോരോ സംഗതികൾ പുതിയതായിട്ട് കണ്ടുപിടിക്കുമ്പോഴും ഒരു കാര്യം, ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ആണ് എനിക്ക്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഓരോ കാര്യങ്ങൾ നമ്മൾ പുതിയതായിട്ട് കണ്ടെത്തുമ്പോഴും അതിന്റെ ന്യൂനതകൾ അപ്പം മനസ്സിലാക്കുകയും അതിനെ മറികടക്കാൻ അടുത്ത സംഭവത്തിലേക്ക് പോവുകയും ചെയ്യുക. ഇതാണ് ആധുനികവൽക്കരണം, അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്താ പറയാ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്. അതാണ് ഇപ്പൊ ചികിത്സയുടെ കാര്യത്തില്, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തില്, ആരോഗ്യത്തിന്റെ കാര്യത്തില്, മരുന്നുകളുടെ കാര്യത്തിലൊക്കെ നിരന്തരം നടക്കുന്ന അതാണ്. അപ്പൊ ഇതിന്റെ ബിസിനസ് സൈഡ് മാത്രം നോക്കി പ്രവർത്തിക്കുന്ന ആളുകൾ, സ്ഥാപനങ്ങൾ, സംഘടനകള്, പ്രസ്ഥാനങ്ങളൊക്കെ എല്ലാ കാലത്തും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. അതിനെ മറികടക്കാനുള്ളത് രാഷ്ട്രീയമായിട്ടും സാമൂഹികമായിട്ടും മനുഷ്യന്മാർ ചെയ്യേണ്ട കാര്യമാണ്. ഇത് രണ്ടും രണ്ടാണ്. അതല്ലാതെ നമ്മളിപ്പോ പണ്ട് കാലത്തൊക്കെ പനി വന്നാലോ, അല്ലെങ്കിൽ എനിക്ക് ഒരു അസുഖത്തിന് അയൺ ഡെഫിഷ്യൻസി ഉള്ള സമയത്ത് എന്റെ ചെറുപ്പത്തിൽ പോലും എന്നോട് ഈ പാലപ്പൂവിന്റെ ഇത് പാലില് കാച്ചി അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞിരുന്നു. മനസ്സിലായോ? പാലല്ല സോറി, ആലിന്റെ പൂവോ വേരോ ഒക്കെ ഇത് ഉണക്കിയിട്ട് അങ്ങനെ എന്തൊക്കെ. അപ്പൊ ഇതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അതൊക്കെ ആ കാലഘട്ടത്തിൽ പോലും നമുക്ക് പിന്നെ ഈ സങ്കേതങ്ങൾ, ഈ സാധനങ്ങൾ ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. ഇത് ഉള്ളതിനെ കുറിച്ച് ആളുകൾ വിശ്വാസമില്ലായ്മ, അറിവില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലെ, നമ്മളെ ഭക്ഷണങ്ങൾ ഉദാഹരണങ്ങളാണ്. ഇന്ന് ഫാസ്റ്റ് ഫുഡ് തീർച്ചയായിട്ടും ഇതും ആധുനിക ശാസ്ത്രത്തിന്റെ സംഭാവന തന്നെയാണല്ലോ. ഫാസ്റ്റ് ഫുഡ് മനുഷ്യന് ദോഷങ്ങൾ ഉണ്ടാക്കുന്നുള്ളൂ. അല്ല, അത് ഉണ്ടാവും. അപ്പൊ അത് ശാസ്ത്രം പറയും ചെയ്യും. അതാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചിട്ട് ഇപ്പൊ പണ്ട് കാലത്തെ കഞ്ഞി നമുക്ക് വേണ്ടോളം കുടിച്ചാൽ, ഇപ്പൊ നമുക്കറിയാം, പണ്ട് എന്റെ വീട്ടിലൊക്കെ പണ്ട് എന്റെ പിതാവിന് പ്രമേഹം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കൊളസ്ട്രോളും പ്രമേഹം, തടി കൂടുന്നവര് ആദ്യം പറഞ്ഞ് പേടിപ്പിച്ചത് തിന്നരുതെന്ന് പറഞ്ഞിരുന്നത് മാംസാഹാരങ്ങളാണ്, മീനും മാംസമൊക്കെയാണ്. എന്നിട്ട് അന്ന് അവരൊക്കെ പള്ളം നിറച്ച് കഞ്ഞി കുടിക്കായിരുന്നു. ഇപ്പൊ നമുക്കറിയാം ഷുഗറിന്റെ കണ്ടന്റ് ചെല്ലുമ്പോഴും ഈ പറയുന്ന പിന്നെ കാർബോഹൈഡ്രേറ്റ് അകത്ത് ചെല്ലുമ്പോഴും അത് അമിതവണ്ണത്തിനും വേറെ പല പ്രശ്നങ്ങൾക്കും ആന്തരിക രോഗങ്ങൾക്കൊക്കെ വലിയ കാരണമാവുന്നത് ഈ ഷുഗറും അതേപോലെ തന്നെ ഇതുമാണെന്ന് നമുക്കറിയാം. അപ്പൊ ഇത് അന്നത്തെ ശാസ്ത്രത്തിന് എന്തേ അത് പറഞ്ഞുകൂടായിരുന്നു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പരീക്ഷിച്ചും അറിഞ്ഞ് മനസ്സിലാക്കി വരികയല്ലേ. അപ്പൊ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച അറിവിനെ സ്വീകരിക്കുക, അതിനെ ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ. ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയാമോ, ഞാൻ പൂർണ്ണമായിട്ടും ഇപ്പൊ ആധുനിക ശാസ്ത്രത്തെ ആയിരുന്നാലും ഞാൻ പൂർണ്ണമായിട്ട് തള്ളുന്ന ഒരാളല്ല. കാര്യം എന്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാക്കുന്ന ആധുനിക ശാസ്ത്രം കൊണ്ട് തന്നെയാണ്. ഇന്ന് എന്റെ കയ്യിൽ എന്റെ മൊബൈൽ ഉണ്ട്, എനിക്ക് ഇപ്പം ആൻഡ്രോയിഡ് TV ഉണ്ട് എന്റെ കയ്യിൽ, അല്ലെങ്കിൽ എനിക്ക് കാറുണ്ട്. ഇതൊക്കെ ആധുനിക ശാസ്ത്രം പിന്നീടുള്ള പിന്നെ വളർച്ചകൾ കൊണ്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പൗരാണികമായ ചില കാര്യങ്ങളെ കൂടെ ഞാനൊരു സത്യം പറഞ്ഞ അതിലും നല്ല കാര്യങ്ങളെ എടുക്കുന്ന ഒരാളാണ് ഞാൻ. അല്ല, അതിൽ നല്ല കാര്യങ്ങൾ എടുക്കുക എന്ന് പറയണത് അത് നിങ്ങളുടെ യുക്തിക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. ഞാൻ പറയണത് നിങ്ങൾക്കിപ്പം നിങ്ങൾക്കൊരു ശരീരവേദന, ക്ഷീണം, നിങ്ങൾക്കൊരു ഉഴിച്ചിലോ നടത്താം, അതിൽ പ്രശ്നമൊന്നുമില്ല. അതൊരു ഉന്മേഷം കിട്ടുമെങ്കിൽ അങ്ങനെ. അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ ഏതെങ്കിലും ആന്തരികമായിട്ടുള്ള ഒരു അസുഖത്തിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾക്ക് നിരന്തരമായിട്ടുള്ള ക്ഷീണം, സന്ധിവേദനയും ഉണ്ടാവുന്നതെങ്കിൽ അത് കേവലമായിട്ടുള്ള ആയുർവേദത്തിലെ ബ്ലൈൻഡ് ആയിട്ട് പോകുന്നതിന് പകരം ഒരു മിനിറ്റ് ബ്ലഡ് ടെസ്റ്റോ കാര്യങ്ങളൊക്കെ നടത്തി ഡോക്ടറെ കണ്ട്. പനി വരികയാണ്, ഇപ്പൊ നോർമലി എനിക്കൊരു പനി വരികയാണ്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ തുളസിയില കാപ്പി എന്ന് പറഞ്ഞ സംഭവം, തുളസിയില ഇട്ടിട്ടുള്ള അത് കുടിച്ചു കഴിഞ്ഞാൽ എനിക്കത് മാറുന്നുണ്ട്. തുളസിയില കാപ്പി കുടിക്കാതെ നിങ്ങൾക്ക് പനി മാറും. ഞാൻ എന്തിനാണ് അവിടെ പോയിട്ട് ഈ മെഡിസിൻ കുത്തിക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പൊ പനി വരുമ്പോ ഇന്ന് പനി വന്ന് നാളെ തന്നെ പോയിട്ട് മരുന്ന് കഴിക്കണം ആരെങ്കിലും പറയണ്ടോ? എനിക്കറിയില്ല കേട്ടോ. ഇല്ല, ഞാൻ അമിതമായിട്ടുള്ള ശരീരതാപം കൂടുമ്പോ എന്തെങ്കിലും വേറെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ആളുകളാണ് തുടക്കത്തിൽ മരുന്ന് കഴിക്കുന്നത്. പനി സാധാരണഗതിയിൽ ഉണ്ടാവുന്ന ചെറിയ പനികൾ. എന്താണ് പനി? അതൊരു രോഗമല്ലല്ലോ, അതൊരു രോഗത്തിന്റെ ലക്ഷണമോ അതല്ലെങ്കിൽ ശരീരം നമ്മുടെ അകത്തുള്ള എന്തിനോടോ പ്രതികരിക്കുന്നതിന്റെ ഒരു ലക്ഷണമാണ്. അപ്പൊ ശരീരം സ്വയം പ്രതിരോധിക്കാൻ എടുക്കുന്ന ഒരു സംഭവമാണ് പനി. അപ്പൊ ആ പനിക്ക് മരുന്ന് കഴിക്കണോ വേണ്ടേ എന്നുള്ളത് ആ വ്യക്തിയുടെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് മാത്രം ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങൾ തുളസി കാപ്പി കുടിച്ചാലും ഇല്ലെങ്കിലും ശരീരം സ്വയം പ്രതിരോധത്തിന് വേണ്ടി സ്വീകരിക്കുന്ന മാർഗത്തിലൂടെ ആ പ്രതിരോധം വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ കാപ്പി കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും പനി മാറും. അല്ല, ഞാൻ പറയുന്നത് ഈ തുളസി കാപ്പി കുടിക്കുമ്പോൾ ശരീരത്തിന് കൂടുതൽ അത് അല്ലേ സപ്പോർട്ടല്ലേ. ആ ചൂടുള്ള കാപ്പി കുടിക്കുമ്പോ ഒരു സുഖമാണ്. ഇപ്പൊ നമ്മൾ തൊണ്ടവേദനക്ക് ചൂടുവെള്ളം കുടിക്കായിരുന്നില്ലേ പണ്ട്? അപ്പൊ തുളസിയുടെ മെഡിസിനെ അല്ല. ഞാൻ പറയട്ടെ, ഒന്നാമത് ഇപ്പൊ തൊണ്ടയ്ക്ക് തൊണ്ടവേദനയാണ്. ഞാൻ എന്റെ ഒരു ശീലം, ഇപ്പൊ നമ്മളിതൊക്കെ പറയുന്ന എന്റെയും കൂടെ ശീലമായിരുന്നു. നമ്മൾ ചെറുപ്പം മുതൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശീലമായിരുന്നു ചൂടുവെള്ളം കുടിക്കുക, ചുക്ക് കാപ്പി കുടിക്കുക, അല്ലെ? തൊണ്ടയിൽ കിരികിരിപ്പും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ
ഇപ്പൊ നമ്മൾ നിരന്തരമായിട്ട് എനിക്ക് ഇടക്കിടക്ക് ഇത് വരാൻ തുടങ്ങിയ സമയത്ത് ഞാൻ ഡോക്ടറെ കണ്ട് ഡോക്ടർ ഇത് എൻഡോസ്കോപ്പി ചെയ്ത് നോക്കുന്ന സമയത്ത് അവിടെ ചെറിയ പിന്നെ എന്താ പറയാ ഇൻഫെക്ഷൻ ആണ്, ചെറിയ അൾസർ പോലെ ചെറിയ മുറിവുകളാണ് ഉണ്ടാവുന്നത്, സ്ക്രാച്ചസ്. അവിടേക്ക് നമ്മൾ വീണ്ടും എന്നോട് പറഞ്ഞ ഡോക്ടർ പറഞ്ഞ കാര്യം, ഒരു മിനിറ്റ്, ഡോക്ടർ പറഞ്ഞ കാര്യം ചൂടുവെള്ളം കഴിക്കരുത്, ചായം കാപ്പി കുടിക്കരുത് എന്നാണ്. അതിൽ ഇങ്ങനത്തെ നിങ്ങൾ തുളസി ഇട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പണ്ട് കുരുമുളക് ഇട്ടിട്ട് നമ്മൾ കാപ്പി കുടിച്ചിട്ട് തൊണ്ടക്ക് ഉഷാർ കിട്ടിയിരുന്നു എന്ന് നമുക്ക് തോന്നും. പക്ഷെ അത് ആക്ച്വലി നമ്മളെ പ്രശ്നം കൂടുതൽ രൂക്ഷമാക്കുകയായിരുന്നു. അപ്പൊ ഇത് നമുക്ക് അറിയില്ല. അപ്പൊ കിട്ടുന്ന ഒരു ആശ്വാസത്തിനെയാണ് നമ്മൾ അസുഖം മാറലായിട്ട് തെറ്റിദ്ധരിക്കുന്നത്. മോഡേൺ മെഡിസിൻ തന്നെ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. തീർച്ചയായും. അത് ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ നമുക്ക് കിട്ടാവുന്നതിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച സൗകര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് പ്രാപ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ചതിനെ തിരഞ്ഞെടുക്കുകയും അതിലുള്ള പിന്നെ അതിന്റെ പ്രശ്നങ്ങൾ പരമാവധി കുറച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യാം. അപ്പൊ മൊബൈല് നമ്മൾ ഉപയോഗിക്കുന്നു, നമ്മൾ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നു, അതിനെ ഏറ്റവും സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കുക. അതിന്റെ പ്രശ്നങ്ങളും കൂടി നമുക്ക് ഇതേ ശാസ്ത്രം പറഞ്ഞു തരുന്നുണ്ട് ഇപ്പോ. മനസ്സിലായി? ഇത് നമ്മൾ ഇത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ എത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ എങ്ങനെ അതാ പറഞ്ഞ അത് സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ കൂടി പരിശീലിക്കുക. ഇപ്പൊ നമ്മുടെ മൊബൈല് കിടക്കുന്നതിന് ബെഡ്റൂമിലേക്ക് പോകുന്നതിന് ബെഡ്റൂമിൽ കിടന്ന് എന്താ പറയാ തലയണയിൽ ചാരി വെച്ച് മൊബൈൽ നോക്കുന്നവരാണ് നമ്മൾ ഏറിയ പേരും. അത് നോക്കിക്കൊണ്ടിരുന്നിട്ട് മൊബൈലിനെ കുറ്റം പറഞ്ഞ് അതില് മൊബൈലിനെ കുറ്റം പറഞ്ഞിട്ടുള്ള പോസ്റ്റുകൾ വായിച്ചും പ്രചരിപ്പിച്ച് നമ്മൾ ഇരിക്കുകയാണ്. അതേ സമയത്ത് ഇതിന്റെ സങ്കേതങ്ങൾ ഉപയോഗിക്കും. ഞാൻ അതല്ല പറഞ്ഞത്. ശരി, ഓക്കെ, ഞാൻ എന്റെ അടുത്ത് വച്ചില്ലെങ്കിൽ പോലും ഈ റേഡിയേഷൻ ബാധിക്കുന്നുണ്ടല്ലോ എനിക്ക്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ബെഡ്റൂമിലേക്ക് കയറ്റണ്ടെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാലോ. ഇതപ്പോ എവിടെ കൊണ്ടിട്ട് നമ്മളിപ്പോ ലാൻഡ് ഫോണിലാണ് നിങ്ങൾ എവിടെ ഫോൺ വെക്കുക, നിങ്ങൾ തലയിലേറ്റ് കൊണ്ട് നടക്കൂലല്ലോ. അപ്പൊ ഇതിന്റെ പരമാവധി സൗകര്യങ്ങൾ ഉപയോഗിക്കുകയും നമ്മൾ ഇതിൽ ഏറ്റവും സേഫ് ആയിട്ട് നിങ്ങളുടെ കൺസേൺ അനുസരിച്ച് ഇത് എങ്ങനെ സേഫ് ആയിട്ട് ഉപയോഗിക്കണം എന്നതിനെ കുറിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക, അതനുസരിച്ച് ഉപയോഗിക്കുകയും ചെയ്യാം. ഇതിപ്പോ എന്താ ചെയ്യുന്ന അറിയോ? ഇപ്പൊ നിങ്ങൾ ഈ ഫോൺ ചെവിയിൽ വെച്ചിട്ടാണ് എന്നോട് ഇതിൽ തർക്കിച്ചോണ്ടിരിക്കുന്നത്. ഇതേ നിങ്ങള് രാത്രി കിടന്നുറങ്ങാൻ പോയിട്ട് ഈ ഫോൺ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഈ ആധുനികതക്കെതിരെ എന്തെങ്കിലും പോസ്റ്റ് കിട്ടുകയാണെങ്കിൽ അത് ഷെയർ ചെയ്യാൻ നിങ്ങൾ വീണ്ടും സ്ക്രീനിൽ ഒരിക്കലും അത് സാർ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു. ഒറ്റ കാര്യം ഞാൻ ഭഗവത്ഗീതയിലെ ഒരു കാര്യം ഞാൻ വളരെ നല്ല രീതിയിൽ ഭഗവത്ഗീതയിൽ അതിനേക്കാളും മോശമുള്ള കുറെ കാര്യങ്ങളുണ്ട് സാർ. എന്ത് കാര്യമാണ് ഇഷ്ടംപോലെ ഉണ്ട്, ഖുറാനിലും ഉണ്ടാവും, എല്ലാത്തിലും ഉണ്ടാവും. ഒന്ന് പറഞ്ഞു നമ്മൾ ഭഗവത്ഗീത ഒരു ചർച്ചയ്ക്ക് വെക്കുകയാണെങ്കിൽ നമുക്ക് അപ്പൊ അത് പറയാം. തീർച്ചയായിട്ടും ഞാൻ വരാം. എവിടെ ആയിരുന്നാലും ഞാൻ വരാം, എനിക്കൊരു പ്രശ്നമില്ല. ഭഗവത്ഗീതയിൽ മോശമായി പറയുന്നതല്ല. എല്ലാത്തിലും മോശമാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അന്നത്തെ സാഹചര്യത്തിൽ അന്ന് അതിനെഴുതിയതൊക്കെ ഇന്നത്തെ കാലത്ത് എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കും എന്നൊക്കെ പറയുന്നത് ഡൗട്ടായിട്ട് എടുത്താൽ മതി. നിങ്ങളോട് ചോദിക്കാൻ പറ്റിയ ചോദ്യം, നമ്മളിപ്പോ ആത്മീയത എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ആത്മീയത എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഈ സയൻസുമായിട്ട് ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒറ്റ കാര്യം സാർ, ഇപ്പൊ ഈ കാശി, കേദാർനാഥ് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഈ സന്യാസിമാരെന്ന് പറയുമ്പോൾ വന്ന് ഇരുന്നിട്ട് പിന്നെ വലിയ കൊട്ടാരങ്ങളൊക്കെ കിട്ടിയിരിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരുപാട് ശിഷ്യന്മാരൊക്കെ ഇരിക്കുന്ന, അതായത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി ഇരിക്കുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്നവർ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നത്. നല്ലൊരു പെർസെന്റേജ് അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇതെല്ലാം ത്യജിച്ചിട്ട് എല്ലാം നോർമലി ത്യജിച്ച് വന്നിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമ്മളിപ്പോ അങ്ങോട്ട് പോയി നമ്മളിപ്പം പിന്നെ കാശി ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് ആൾക്കാരെ കാണും. ഇപ്പൊ അഖാഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അത് വിടാം. അതൊക്കെ കുറച്ചുകൂടെയൊക്കെ ഭയങ്കര പിന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് നിങ്ങൾ ഈ പറയുന്ന റിയൽ? ഞാൻ പറഞ്ഞോട്ടെ ഇതൊന്ന് പറഞ്ഞോട്ടെ, അതിലേക്കാണ് വരുന്നത്. അപ്പൊ ഞാൻ പിന്നെ അവിടെ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെയുള്ള ഒരുപാട് പേരെ കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇഷ്ടം പോലെ പേരെ കാണാൻ പറ്റുന്നുണ്ട്. ഒന്നും രണ്ടെന്നും അല്ല. കുംഭമേള എന്നുള്ള സമയത്ത് നമുക്ക് പിന്നെ നല്ലൊരു പെർസെന്റേജ് എവരാണ് വന്നത്. ഇങ്ങനെയുള്ള എല്ലാം ത്യജിച്ച് ജീവിക്കുന്ന ആൾക്കാർ. സാർ, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഭൗതികമായിട്ട് കിട്ടുന്ന എല്ലാ സുഖങ്ങളും എവർ ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണെങ്കിൽ, എല്ലാം ഉപേക്ഷിച്ച് വന്നിരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് എന്തോ വലുത് അവർക്ക് കിട്ടുന്നുണ്ടല്ലേ സാർ? എന്താണത്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ പണ്ട് ഒരാളോട് മധുരാണെന്ന് പറഞ്ഞു. അയാള് പിന്നെ അവസാനം അതൊക്കെ ഈ മണ്ടന്മാര് പലതും പറയാം. അതൊന്നുമല്ല ഞാൻ എന്താണ് ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആത്മീയത? സാർ, നമ്മള് സ്വന്തം ആത്മാവ് എന്നുള്ള ഒരു ചിന്താഗതി ആത്മീയത്തിലുണ്ടല്ലോ. ആത്മാവ് വിചാരിക്കുന്ന ആളാണ് നമ്മൾ. ഇതിൽ പറയണ അയം ബ്രഹ്മം അഹം ബ്രഹ്മം ഇതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അവരുടെയൊക്കെ എല്ലാ ചിന്ത ഇങ്ങനെയാണ്. അയത്തിലും ഈശ്വരൻ, എന്റെ ഉള്ളിലും ദൈവം.
എന്നാണല്ലോ ഞാൻ തന്നെ ആകുന്നു ഈശ്വരൻ എന്നുള്ളൊരു ചിന്താഗതിയാണ്. അഹം ബ്രഹ്മാസ്മി. അപ്പൊ നമ്മള് അവിടെ ചെന്നിട്ട് എല്ലാം ത്യജിച്ച്, അതായത് ഈ പറയുന്ന ഭൗതികമായിട്ടുള്ള സുഖങ്ങളെല്ലാം ത്യജിച്ച് ഈശ്വരൻ എന്ന് പറയുന്ന പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഊർജ്ജം. അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇതൊക്കെ ത്യജിക്കുന്നത്? സാർ, അതിനെ മനസ്സിലാക്കണമെങ്കിൽ പലതും, അതായത് കാമ ക്രോധ മോഹ ലോഭങ്ങൾ എന്തിന്? അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ നമ്മള് ദൈവത്തിന്റെ പാർട്ടനല്ലേ, ദൈവത്തിന്റെ അണുവല്ലേ നമ്മള്. അപ്പൊ ഒരു കാര്യം ചെയ്യട്ടെ, അവർ ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമേ ഉള്ളൂ, അതായത് കാമം എന്നുള്ള ഒരു അവസ്ഥ. എന്താ പ്രശ്നം? നമ്മൾ ചോദിക്കുന്നത് പ്രപഞ്ചത്തിലുള്ളതല്ലേ? ഏതാണ് കാമക്രോധ മോഹലോഭങ്ങൾ? ഇതിനെ നിയന്ത്രിക്കുന്നവനാണ് യഥാർത്ഥ ഈശ്വര. എന്തിനാണ് നിയന്ത്രിക്കുന്നതെന്ന്? നിയന്ത്രിക്കണമല്ലോ. അങ്ങനെയാണല്ലോ മറ്റുള്ള മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാകുന്നവര്. അപ്പൊ എല്ലാവരും അഹം ബ്രഹ്മാസ്മി തന്നെയല്ലേ? എല്ലാവരും അഹം ബ്രഹ്മാസ്മി തന്നെയാണ്. അതിനെ അറിയുക എന്നുള്ളതാണല്ലോ ഇവിടെ. എല്ലാം ദൈവത്തിന്റെ അണുവാണെങ്കിൽ പിന്നെ അത് വേറെ അറിയാനെന്തിരിക്കുന്നത്? ദൈവമല്ലാത്തൊന്നുമില്ലല്ലോ. ഞാൻ പറഞ്ഞോട്ടെ. അതായത് മനുഷ്യനിൽ അടങ്ങിയിരിക്കുന്ന ഈ കാമം ക്രോധം മോഹം ലോഭം എന്നുള്ള അവസ്ഥ വളരെ ഡേഞ്ചർ ആണെന്നുള്ള കാര്യം സത്യമാണല്ലോ. അതും ദൈവത്തിന്റെ ഭാവങ്ങളല്ലേ? ആണ് സാർ, ഞാൻ പറയട്ടെ. അതെ, ദൈവത്തിന്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ അമിതമാവുന്ന സമയത്ത് ഇതിലുണ്ടാക്കുന്ന ഒരു ദോഷം അറിയാലോ. അമിതമായി ഉണ്ടാക്കുന്നത് ഈ ദൈവം തന്നെയല്ലേ? അങ്ങനെ ആരാ പറഞ്ഞേ? പിന്നെ ഇപ്പൊ നമ്മള് ദൈവത്തിന്റെ അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ ഞാൻ പറയട്ടെ, അഹം ബ്രഹ്മാസ്മി ആണെങ്കിൽ നിങ്ങളെ ഉള്ളിലുണ്ടാവുന്ന ക്രിമിനൽ ചിന്ത ഈ ദൈവത്തിന്റെ ക്രിമിനൽ ചിന്തയല്ലേ? ഒരിക്കലും അല്ല സാർ. പിന്നെന്താണ്? അപ്പൊ അഹം ബ്രഹ്മം മാത്രല്ല വേറെ എന്തോ സാധനം മസ്തിഷ്കത്തിന്റെ കുഴപ്പമാണ്. അപ്പൊ നമ്മുടെ തലച്ചോറില് നമ്മൾ അഹം എന്ന ഈ ബോധത്തിനകത്ത് ദൈവത്തിനൊപ്പം മറ്റൊരു മൂലകം കൂടി ഉണ്ടോന്ന് ഞാൻ ചോദിക്കും. കാണും, ഉണ്ട് സാർ. അതാരാ? ഉണ്ട്. എന്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ്. ദൈവവും പിശാചും ഒരുമിച്ച് ഒരു ശരീരത്തിൽ പിശിതം ഇത് പിശാചാന്നല്ലേ? പിശിതം കഴിക്കുന്നവരെല്ലാം പിശാചുകൾ തന്നെയാണ്. അപ്പൊ ആ ഒരു അംശം കൂടി ദൈവത്തിന്റെ പാതി ദൈവവും നമ്മൾ ഈ ഇതുണ്ടല്ലോ, എന്താണ് പകുതി പുരുഷനോ? ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം പകുതി ദൈവവും പകുതി പിശാചുമാണോ മനുഷ്യൻ? ഞാൻ പറഞ്ഞോട്ടെ. അത് അങ്ങനെയല്ല സാർ. അങ്ങനെയല്ല. ഞാൻ പറഞ്ഞോട്ടെ. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ നമ്മള് പണ്ടുള്ള കാലങ്ങളിൽ നമ്മളെ വിശ്വാസം, ഇനി അവർ ഉണ്ടോ ഇല്ല എന്ന് നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട. പക്ഷെ കൃഷ്ണൻ എങ്ങനെയാണ് മനുഷ്യനായിട്ട് ജനിച്ച ഒരാള്? ശ്രീകൃഷ്ണനും ശ്രീരാമനും ഈ അയ്യപ്പനൊക്കെ മനുഷ്യന്മാരായിരുന്നു. അവരെങ്ങനെയാണ് ഈ പറയുന്ന ദേവന്മാരായി മാറിയത്? ചോദിക്കണേ അതാണ്. മനുഷ്യനായിട്ട് ജന്മെടുത്താണ് യേശുദേവൻ. ദൈവം ഇല്ല, മനുഷ്യരൂപം കർമ്മം അങ്ങനെയല്ല. ഞാനിപ്പോ ഒരു മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ എന്റെ കർമ്മമാണ് എന്നെ ദേവനാക്കുന്നതും അസുരനാക്കുന്നതും. അപ്പോഴും ഈ ദേവനും അസുരനും അഹം ബ്രഹ്മാസ്മി തന്നെ അല്ലേന്ന് ഞാൻ ചോദിക്കണേ. സാർ, ആണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പിന്നെ ദൈവം എന്നൊന്നില്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞ അഹം ബ്രഹ്മാസ്മി അനുസരിച്ച് ദൈവം ഇല്ല. അതെങ്ങനെയാണ്? എങ്ങനെ? എനിക്കെന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ സമ്മതിക്കെങ്കിൽ ഞാൻ പറയാം. ഞാൻ മനസ്സിലാക്കുന്നത് ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രമാണങ്ങളുള്ളത് ഹൈന്ദവ തത്വശാസ്ത്രത്തിലാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇന്ത്യൻ മിത്തോളജിയിലാണ്. അല്ലല്ല, അത് കുഴപ്പമില്ല. കാര്യം എന്തെന്നറിയാമോ? അത് എന്താണെന്നറിയാമോ? നിങ്ങൾ പറയുന്ന വേദങ്ങൾ, ഇപ്പൊ എനിക്ക് അറിയാവുന്ന ഒരു വേദത്തിൽ താല്പര്യമുള്ള ഒരാൾ പറഞ്ഞത് വേദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവം ഇല്ല എന്ന ഇതിലേക്ക് നമുക്ക് വേദത്തിൽ എത്താൻ പറ്റുക എന്നുള്ളതാണ്. പറയണേ കേട്ടോ സാർ, അത് തീർച്ചയായിട്ടും. അത് കാര്യം ഞാൻ പറയട്ടെ. ഈശ്വരൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇല്ല എന്ന് പറഞ്ഞാലും പ്രശ്നമല്ല. അത് നിരീശ്വരവാദിയെ ചാർവാകനെ പോലും അംഗീകരിച്ചില്ലേ? അംഗീകരിച്ചു എന്നുള്ളത് വേറെ കാര്യം. അല്ല, ഗുരുവേന്നല്ലേ വിളിച്ചേ? ചവിട്ടി പുറത്താക്കിയില്ലല്ലോ. അല്ല, അതൊക്കെ വേറെ കഥകളാണ്. അതൊക്കെ നമുക്ക് വിശദമായിട്ട് പിന്നെ പോകാം. ഞാൻ പറഞ്ഞോട്ടെ. അപ്പൊ ദൈവം ഉണ്ട്. ഞാൻ പറഞ്ഞു ആ ഒരു കാര്യം. ഈ ചാർവാകന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എവിടുന്ന കിട്ടുന്നത്? എന്താണ് ചാർവാകന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എവിടുന്ന കൂടുതലായിട്ട് കിട്ടുന്നത്? ചാർവാകന്മാരെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തായാലും ഹിന്ദു ഗ്രന്ഥങ്ങളിലില്ല. ഗ്രന്ഥങ്ങളിലില്ല. ചാർവാക സംഹിത എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നാണ്. ചാർവാക സംഹിത എവിടുന്ന വരുന്നത്? എന്തായാലും ഇത് ഈ പാരമ്പര്യത്തിൽ നിന്നുള്ളതാണല്ലോ. എവിടുന്നാണ് നമുക്ക് സ്രോതസ് എന്താണ് എന്ന് വെച്ചാ? ഇപ്പൊ നിങ്ങൾ ഈ ഭഗവത്ഗീത എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നൊക്കെ പറഞ്ഞ ചാർവാകന്മാരുടെ ദർശനങ്ങൾ നമുക്ക് ഏത് വേദത്തിലാണ് അതിനെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്ന് അതിനെക്കുറിച്ച് വലിയൊരു അറിവ് എനിക്കില്ല സാർ.
എന്തായാലും ചാർവാകനെ അംഗീകരിച്ചൊരു പാരമ്പര്യമാണെന്നറിയാം. ചവിട്ടി പുറത്താക്കിയിട്ടില്ല എന്നറിയാം. എങ്ങനെ? അത് ചാർവാകനെ അംഗീകരിച്ചൊരു പാരമ്പര്യമാണെന്നും ചവിട്ടി പുറത്താക്കിയിട്ടില്ല എന്നും ഇങ്ങനെ ആൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് പിന്നെ ചാർവാക ദർശനം, ചാർവാക സംഹിതയാണല്ലോ അല്ലെ? അങ്ങനെ എന്തോ ചാർവാക സംഹിത. ചാർവാക സംഹിത അതിന്റെ വേദങ്ങൾ അതിന്റെ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുക. അതാണ് പറഞ്ഞത് സാർ, വിശദമായിട്ട് അതിനെ കുറിച്ച് ഞാൻ പഠിച്ചിട്ടില്ല. ചാർവാക സംഹിത എന്നുള്ളൊരു ഗ്രന്ഥത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട്, കുറച്ച് അറിവുകൾ മാത്രം. ചാർവാകനെ ചവിട്ടി പുറത്താക്കിയിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അത് ഗുരുവേന്നാണ് എല്ലാരും വിളിച്ചത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അംഗീകരിച്ചു, പുള്ളിക്കാരൻ അംഗീകരിച്ചു, പുള്ളിക്കാരൻ പറയുന്നതിനെയും അംഗീകരിച്ചു. ശരി, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ഇതിലേക്ക്. ഞാൻ അതല്ല സാർ പറയുന്നത്. ഇപ്പം ശ്രീകൃഷ്ണനായിരുന്നാലും ഇപ്പൊ ഈ ശ്രീരാമനായിരുന്നാലും അവർ ജനിച്ചോ ജനിച്ചില്ലോ എന്നല്ല, പക്ഷെ അവര് ദേവന്മാരായിട്ട് അംഗീകരിച്ച അവരുടെ കർമ്മഫലത്തിൽ കൂടെയാണെന്നാണ് പറയുന്നത്. അതായത് ആ സമയത്ത് ദേവന്മാരെ, മനുഷ്യരായിട്ട് ജനിച്ചവരെ ദേവനായിട്ട് അംഗീകരിച്ചു. അതായത് ഈശ്വരനെ അറിഞ്ഞവരെന്നുള്ളൊരു രീതി. ഇപ്പൊ അയ്യപ്പനായിരുന്നാലും മനുഷ്യനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേ അവസ്ഥയിൽ തന്നെയാണ് 10 അറിവുകളോട് കൂടിയുള്ള രാവണനെ അസുരൻ എന്ന് വിളിച്ചത്. അപ്പോ അല്ലേ? അപ്പോ ദൈവത്തെ അറിയുക എന്നുള്ളത്, അതായത് ആത്മീയം എന്ന് പറയുന്നത് സ്വന്തം കർമ്മങ്ങളെ ത്വരിതപ്പെടുത്തുക എന്നാണ്. അതായത് നമ്മൾ സ്വയമായിട്ട് ഈശ്വരനെ അറിയാനായിട്ട് അതിനനുസരിച്ചുള്ള എന്താ അറിയോ ഇതിലെ എന്താ പ്രശ്നം വെച്ചാല്, ഒന്ന് നിങ്ങൾ ഇതിനെക്കുറിച്ച്, ഞാനും ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്നും പോയിട്ടില്ല, പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള മനസ്സിലാക്കൽ എന്താന്ന് വെച്ചാല്, ചാർവാക ദർശനത്തെ പുൽകിയ ഒരു തത്വസംഹിത ഒന്നുമല്ല ഇന്ത്യൻ സംഹിത. ഇന്ത്യൻ മിത്തോളജി അല്ലെങ്കിൽ ഹിന്ദു ദൈവശാസ്ത്രങ്ങൾ ചാർവാകത്തെ ഭയങ്കര ദൈവികമായ അല്ലെങ്കിൽ ദേവഗണത്തിൽപ്പെടുത്തിയിട്ടില്ല. അവരെ അസുരഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളവരും അവരെ അസുരഗണത്തിൽപ്പെടുത്തിയിട്ടുള്ളതും അവരെ മോശക്കാരായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളവരുമാണ്. അവരെ ഈ ചാർവാക ദർശനത്തെ കുറിച്ച് നമുക്ക് കിട്ടുന്ന പ്രാഥമികമായിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത്, ചാർവാകന്മാരെ വിമർശിച്ചുകൊണ്ട് വേദങ്ങളിലോ അല്ലെങ്കിൽ ഇത്തരം പിന്നെ പുരാണങ്ങളിലൊക്കെ എഴുതപ്പെട്ട ഭാഗങ്ങളിൽ നിന്നാണ് ചാർവാക ദർശനത്തെ കുറിച്ചുള്ള വേദങ്ങൾ മീൻസ് ഈ ഇവരുടെ ദർശനങ്ങൾ ഉണ്ടാവുമല്ലോ, ഇവരുടെ ദർശനങ്ങളിൽ എഴുതപ്പെട്ട കാര്യങ്ങളിൽ നിന്നാണ് ചാർവാക ദർശനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും കിട്ടുന്നത്. അത് അവരെ ആക്ഷേപിക്കാൻ എഴുതിയ സാധനങ്ങളാണ് എന്ന് പറയാം. അല്ല, ചാർവാകർ എന്ന് പറയുമ്പോൾ എനിക്ക് ദൈവികമായിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ അവരെ അംഗീകരിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ നമ്പൂതിരി സമുദായം എന്ന് പറയുന്ന സമുദായം ഉണ്ടല്ലോ, ബ്രാഹ്മണരെന്ന് ഇപ്പൊ പറയുന്ന ആൾക്കാര്, അവരുടെ കുറച്ച് കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്. അവരുടെ കടന്നുകയറ്റം ഉണ്ടായിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. യഥാർത്ഥത്തിൽ പണ്ട് ഉണ്ടാക്കി വെച്ച ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്ന് പറയുന്ന ഒരു കാര്യം ഒരിക്കലും പിന്നെ ജാതീയമായിട്ടുള്ള അവസ്ഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. ഒരിക്കലും ജാതീയമായിട്ട് അത് പിന്നെ ഇപ്പം പഠിപ്പിക്കാൻ കഴിവുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഈശ്വരീയമായ കാര്യങ്ങളിൽ അഗ്രഗണ്യനായിട്ടുള്ള ഒരു വ്യക്തി, വളരെ ശാന്തശീലക്കാരൻ, അതുപോലെ തന്നെ സാത്വികമായിട്ടുള്ള, അതായത് പിന്നെ ഭക്ഷ്യാഹാരങ്ങൾ കഴിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അറിവുള്ള ഒരു വ്യക്തിയെ, ശാന്തനായിട്ടുള്ള ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും കണ്ണും പൂട്ടി വിശ്വസിക്കാം. കണ്ണും പൂട്ടി നമുക്ക് പറയാം ബ്രാഹ്മണനെന്ന്. കാര്യം വ്യാസമഹർഷി, വേദവ്യാസന്റെ ഇതൊക്കെ എന്താ അറിയോ, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ അവനവൻ വ്യാഖ്യാനിക്കാം എന്നുള്ളേ ഉള്ളൂ. മറ്റു ഭാഗങ്ങൾ വാത്മീകി മഹർഷിയെ പോലെ തള്ളിക്കളയേണ്ട ആൾക്കാരല്ലേ. വാത്മീകി മഹർഷി എന്തുകൊണ്ട് ജന്മം കൊണ്ട് നമ്പൂരി ആയിരുന്നില്ലല്ലോ. ഇതൊക്കെ ഇതിന്റെ ഉപരിപ്ലവമായിട്ടുള്ള വാദങ്ങളാണ്. ഇതിനകത്തൊക്കെ ആഴത്തിൽ കടന്ന് പരിശോധിക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അവരെയൊക്കെ ഈ ചാർവാക ദർശനത്തെ പോലും അംഗീകരിച്ച ദർശനമാണ് ഹിന്ദു ദർശനം എന്ന് പറയുന്ന ആൾക്കാർ തന്നെ അവരെയൊക്കെ ഓടിച്ചിട്ട് അടിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പൊ ഇതൊക്കെ വേറെ അങ്ങനെ പരത്തി പറയാവുന്നതാണ്. പിന്നെ ഈ ചാർവാക കഥ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ഒരു കാര്യം, ഈ ഇസ്ലാമിനകത്തൊരു ഇയാളുണ്ട്, എന്താണ് പറയുക, ഇബിലീസ് ഉണ്ട്. ഈ ഇബിലീസിനെ പണ്ട് ജിന്നുകളുടെ ഉസ്താദായിരുന്നു, മീൻസ് മലക്കുകളുടെ ഗുരുനാഥന്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചിരുന്നു. പിന്നെ മനുഷ്യരെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ഇബിലീസിനെ ദൈവം അങ്ങനെ കയറൂരി വിട്ടതാണ്. ഇതിന് സമാനമായിട്ടുള്ള ഒരു സാധനം ഈ ചാർവാക ദർശനത്തിന്റെ ആചാര്യനായിട്ടുള്ള ഒരാളുണ്ടല്ലോ, എന്താളുടെ പേര്, ബൃഹസ്പതിയോ? ബൃഹസ്പതിയല്ല, പിന്നെ എന്റെ പേര്, എന്റെ ഓർമ്മയിൽ അതാണ്. അപ്പൊ അത് ഈ പറഞ്ഞ മാതിരി ഈ അസുരന്മാര് ദേവന്മാരെ പോലെ ശക്തി പ്രാപിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അവര് ഭയങ്കര സംഭവമായി വരാതിരിക്കാനോ വേണ്ടി അവരെ സ്ഥിരമായിട്ട് വഴിതെറ്റിക്കാൻ വേണ്ടി ഇയാൾ ഏർപ്പാടാക്കിയ ഒരു സാധനമാണെന്നും വേറൊരു കഥ ഞാൻ എവിടെയോ വായിച്ചു ഓർക്കുന്നുണ്ട്, എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. എനിവേ, എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മള് പിന്നെ കാലത്തിനൊപ്പം സഞ്ചരിക്കുകയും വിവേകം കൈവിടാതിരിക്കുകയും ചെയ്യുക. പഴയതിനെയോ പുതിയതിനെയോ അമിതമായിട്ട് പുൽകാതിരിക്കുക. അവനവന്റെ ബോധ്യം, അവനവന്റെ അറിവ്, ചിന്ത, ഇതിനെയൊക്കെ ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അതിന് വേദങ്ങളും പുരാണങ്ങളൊന്നും ആവശ്യമില്ല എന്നാണ് എന്റെ ഒരു നിലപാട്.
പുരാണങ്ങളിൽ ഉള്ളതിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല. അല്ലല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ടൂളാണല്ലോ. നമുക്ക് എന്തായാലും അതിൽ നിന്ന് ഒരുപാട് ഞാൻ പറയട്ടെ, ഒരു കാര്യം പറയട്ടെ സാർ. ഈ ലോക സമസ്ത അല്ല, അതിൽ നിന്ന് എടുക്കാവുന്നതൊക്കെ എടുത്തിട്ടാണ് മനുഷ്യർ മുന്നോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ പിന്നെയും ഈ ചവറ് തപ്പേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എന്റെ ഒരു പോയിന്റ് അതാണ്. നിങ്ങൾ അതിനും കൂടി എടുക്കണം എന്നാണ് ആലോചിക്കണമെങ്കിൽ നിങ്ങൾ അതും കൂടി എടുത്തിട്ട് പോകൂ, അത്രേ ഉള്ളൂ. ഓക്കെ, ശരി, താങ്ക് യു.